ആഭ്യന്തര വകുപ്പ് അറിഞ്ഞാണ് ഇളവ് അനുവദിക്കാൻ തീരുമാനിച്ചതെന്നും സർക്കാരിന്റെ മുഖം രക്ഷിക്കാനാണ് ഉദ്യോഗസ്ഥർക്കെതിരെ നടപടിയെടുത്തതെന്നും കെ രമ ആരോപിച്ചു. അപ്പൊ ഇന്നലെ രാത്രിയാണ് അപ്രതീക്ഷിതമായി കൊളവല്ലൂർ സ്റ്റേഷനിൽ നിന്ന് 7:37 എനിക്കൊരു കോള് വരുന്നത്. ആ കോള് വന്നപ്പോ അദ്ദേഹം പോലീസുകാരൻ, ഞാനൊരു പോലീസ് ഉദ്യോഗസ്ഥനാണ്, ഞാൻ നിങ്ങളെ മൊഴി എടുക്കാനാണ് എന്ന് വിളിച്ചതെന്ന് പറഞ്ഞു. ഞാൻ ചോദിച്ചു എന്ത് മൊഴി എടുത്തല്ലോ? അപ്പൊ അല്ല, അതിനകത്തൊരു പ്രതി കൂടിയുണ്ട്, മനോജ് എന്ന് പറയുന്ന ട്രൗസർ മനോജ്. അപ്പൊ നമ്മൾ അതുവരെ ട്രൗസർ മനോജ് ഉണ്ട് എന്നുള്ളത് ഞങ്ങളെ ശ്രദ്ധയിലില്ല. 3 പേരെയാണ് ഉദ്ദേശിച്ചത്. അപ്പൊ ഈ ട്രൗസർ മനോജ് കൂടി ഉണ്ട് എന്ന് ലിസ്റ്റ് നോക്കുമ്പോൾ അതിനകത്ത് 7ാമത്തെ പ്രതിയായിട്ട് ട്രൗസർ മനോജ് ഉണ്ട്. അപ്പൊ അതിന്റെ മൊഴി എങ്ങനെയാണ്, അത് പുറത്തു വിട്ടാൽ എന്താണ് എന്നതിനെ സംബന്ധിച്ച് സർക്കാരിന് കൊടുക്കാൻ വേണ്ടി എടുത്തതാണ്. അപ്പൊ ഈ ട്രൗസർ മനോജ് എന്ന് പറയുന്നത് ഈ TP കേസിലെ ഗൂഢാലോചന കേസിലെ ഒരു 3 പേര്, വിചാരണ കോടതി ആദ്യം ശിക്ഷിച്ച 3 പേരിൽ ഒരാളാണ് ഈ ട്രൗസർ മനോജ്. അതില് 11ാം പ്രതിയായ ട്രൗസർ മനോജ്, അദ്ദേഹം അന്ന് ബ്രാഞ്ച് സെക്രട്ടറി ആയിരുന്നു. ബ്രാഞ്ച് സെക്രട്ടറിയായി ഗൂഢാലോചനയിൽ കുഞ്ഞനന്ദനോടൊപ്പം, ജ്യോതിബാബുവിനോടൊപ്പം, രാമചന്ദ്രനോടൊപ്പം പങ്കെടുത്ത ആളാണ്. അപ്പൊ അദ്ദേഹത്തെ കൂടി വിട്ടയക്കാനുള്ള തീരുമാനം സർക്കാർ എടുത്തിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് ഏറ്റവും അവസാനം. ഈ ഉദ്യോഗസ്ഥരെ സസ്പെൻഡ് ചെയ്ത് മുഖം രക്ഷിക്കാൻ സർക്കാർ ഇപ്പൊ ശ്രമിക്കുന്നത്. പക്ഷെ അതിനകത്ത് ഉദ്യോഗസ്ഥന്മാർ മാത്രം വിചാരിച്ചാൽ ഈ പ്രതികളുടെ ലിസ്റ്റ് വരുമോ? ഉദ്യോഗസ്ഥന്മാർ വിചാരിച്ചാൽ നടക്കില്ല. 3/6 കൃത്യമായ സർക്കാരിന്റെ ഉത്തരവ് പ്രകാരം അവിടുത്തെ ജയിൽ ഉപദേശക സമിതി ഉൾപ്പെടെ ആഭ്യന്തര വകുപ്പ് ഉൾപ്പെടെ അറിഞ്ഞുകൊണ്ടാണ് ഈ പ്രതികളുടെ ലിസ്റ്റ് ഇതിനകത്ത് ഉൾപ്പെടുത്തിയത്. ഇപ്പോൾ വിവാദമായപ്പോൾ, ഇതിനകത്ത് വലിയ പ്രതിഷേധമുയർന്നപ്പോൾ അവരുടെ സർക്കാരിന്റെ മുഖം രക്ഷിക്കാനുള്ള ഒരു നടപടിയാണ് ഇപ്പോൾ ഉദ്യോഗസ്ഥന്മാരുടെ പേരിലെത്തിയത്. സർക്കാർ നടപടിയിൽ തൃപ്തരാകാതിരുന്ന പ്രതിപക്ഷം സഭയിൽ നിന്ന് ഇറങ്ങിപ്പോയി. വി അരുൺ വിവരങ്ങൾ പങ്കുവെക്കും. അരുൺ, TP കേസ് ഇന്നും സഭയെ പ്രക്ഷുബ്ധമാക്കി. പ്രതിപക്ഷ നേതാവ് പ്രമേയം അവതരിപ്പിക്കാൻ തീരുമാനിച്ചതിന് മുൻപ് സർക്കാർ ഉത്തരവ് വരുന്നു. വല്ലാത്ത സമ്മർദ്ദത്തിലാണോ ഇത്തരത്തിലുള്ള തീരുമാനത്തിലേക്ക് സർക്കാർ പോയത്? ചൊവ്വാഴ്ച സഭ നിർത്തിവെക്കാനുള്ള ഉപക്ഷേപമായാണ് പ്രതിപക്ഷം വിഷയം കൊണ്ടുവന്നത്. പക്ഷേ അന്ന് അതിനുള്ള അനുമതി സ്പീക്കർ നൽകിയില്ല. സർക്കാർ പറയേണ്ട കാര്യം, അതായത് ഇങ്ങനൊരു നീക്കം സർക്കാർ നടത്തിയിട്ടുള്ള സ്പീക്കർ തന്നെ പറഞ്ഞുകൊണ്ട് ആ നീക്കം തടയുകയായിരുന്നു. വലിയ പ്രതിഷേധമെന്ന് പ്രതിപക്ഷം ഉന്നയിക്കുകയും സഭ ബഹിഷ്കരിക്കുകയും ചെയ്തിരുന്നു. ഇന്ന് പ്രതിപക്ഷ നേതാവിന്റെ സബ്മിഷനായാണ് വിഷയം സഭയിൽ വന്നത്. മുഖ്യമന്ത്രി പിണറായി വിജയനായിരുന്നു മറുപടി പറയേണ്ടത്. പക്ഷേ മുഖ്യമന്ത്രി ഇന്ന് സഭയിൽ ഹാജരായിരുന്നില്ല. അദ്ദേഹം ഡൽഹിയിൽ കേന്ദ്ര കമ്മിറ്റി യോഗത്തിൽ പങ്കെടുക്കുന്നതിന്റെ ഭാഗമായി അദ്ദേഹം ഇന്ന് സഭയിൽ എത്തിയിരുന്നില്ല. പാർലമെന്ററി കാര്യമന്ത്രി MP രാജേഷാണ് മറുപടി പറഞ്ഞത്. അതിനു മുമ്പ് തന്നെ, അതായത് ഈ സബ്മിഷൻ സഭയിൽ വരുന്നതിന് തൊട്ടു മുമ്പ് മുഖ്യമന്ത്രി ഓഫീസിൽ വാർത്താക്കുറിപ്പിറക്കി ഈ TP വധക്കേസ് പ്രതികളെ അനർഹമായി പട്ടികയിൽ മാനദണ്ഡങ്ങൾ ലംഘിച്ചുകൊണ്ട് ശിക്ഷാ ഇളവ് നൽകാനുള്ള തടവുകാരുടെ പട്ടികയിൽ ഉൾപ്പെടുത്തിയ ഉദ്യോഗസ്ഥരെ സസ്പെൻഡ് ചെയ്തുകൊണ്ട് ഉത്തരവ് മുഖ്യമന്ത്രി ഓഫീസ് ഇറക്കി. അതായത് സഭയിൽ വിഷയം വരുമ്പോൾ അതിന്റെ കാഠിന്യം, അതിന്റെ വിമർശനത്തിന്റെ ആഘാതം കുറയ്ക്കുക രക്ഷപ്പെട്ട് സർക്കാർ നടത്തിയ നീക്കമാണത്. പക്ഷേ എങ്കിലും പ്രതിപക്ഷം അതിശക്തമായി തന്നെ ഈ വിഷയം സഭയിൽ ഉന്നയിച്ചു. സർക്കാർ ഈ പ്രതികൾക്ക് വേണ്ടി ഒത്തുകളിച്ചു എന്ന ആരോപണമാണ് പ്രതിപക്ഷ നേതാവ് ഉന്നയിച്ചത്. കേരളം ഏറ്റവും അധികം ദുഃഖിച്ച, ഏറ്റവും അധികം ചർച്ച ചെയ്ത ഒരു കേസിലെ കൊടും ക്രിമിനലുകളെ രക്ഷിക്കാൻ എന്തിന് സർക്കാർ നീക്കം നടത്തുന്ന ചോദ്യമാണ് പ്രതിപക്ഷം ഉന്നയിച്ചത്. മന്ത്രി MP രാജേഷാണ് മുഖ്യമന്ത്രിക്ക് വേണ്ടി മറുപടി പറഞ്ഞത്. ഈ പ്രതികൾക്ക് നേരത്തെ 3 പേരായിരുന്നു വിട്ടേക്കാനുള്ള ശുപാർശയുള്ളെങ്കിൽ ഒരാൾ കൂടി ഉണ്ട് എന്ന വെളിപ്പെടുത്തലും പ്രതിപക്ഷം സഭയിൽ നടത്തി. ട്രൗസർ മനോജ് എന്ന മനോജിനെ കൂടി വിട്ടയക്കാൻ സർക്കാർ ആലോചിച്ചിരുന്നു എന്ന വെളിപ്പെടുത്തലാണ് പ്രതിപക്ഷം നടത്തിയത്. അതിന് ആധാരം ഇന്നലെ കെ രമയെ വിളിച്ച ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ മനോജിനെ വിട്ടയക്കുന്നതിൽ, അതായത് വാദികൾ, കൊല്ലപ്പെട്ട ആളുടെ ബന്ധുക്കളുടെ മൊഴി കൂടി ഇതുമായി ബന്ധപ്പെട്ട് പോലീസ് തേടേണ്ടതുണ്ട്. അങ്ങനെ തേടുമ്പോൾ ആണ് ട്രൗസർ മനോജ് ലിസ്റ്റിൽപ്പെട്ടു എന്ന വിവരം അവർ അറിയുന്നത്. ആ കാര്യം കൂടി പ്രതിപക്ഷം വെളിപ്പെടുത്തി. ഏതായാലും സർക്കാരിന്റെ ഇപ്പോഴത്തെ വാദങ്ങൾ കഴമ്പില്ലാത്തതാണ്. അഡീഷണൽ ചീഫ് സെക്രട്ടറിയുടെ ഉത്തരവാണ്. അത് സർക്കാർ അറിയാതെയാണോ ഇറങ്ങിയത്? സ്വാതന്ത്ര്യത്തിന്റെ 75ാം വാർഷികത്തിന്റെ ഭാഗമായി തടവുകാരെ വിട്ടയക്കാനുള്ള ശുപാർശയാണ് സർക്കാർ തേടിയതെന്ന് സർക്കാർ പറയുമ്പോഴും അത് വിശ്വസനീയമല്ല. TP കേസ് പ്രതികളെ വീണ്ടും സംരക്ഷിക്കുകയാണ് സർക്കാർ. ഇന്നലെ വൈകിട്ടും അതിനുള്ള ശ്രമം നടത്തിയെന്ന് പ്രതിപക്ഷം ആരോപിക്കുന്നു. എന്നാൽ ആ ആരോപണങ്ങളെല്ലാം സർക്കാർ തള്ളിക്കളഞ്ഞു. ഒരു തരത്തിലും ഇവർക്ക് ശിക്ഷാ ഇളവ് നൽകില്ല. ശിക്ഷാ ഇളവിന് അർഹരായവരല്ല ഈ കേസിലെ പ്രതികൾ. ഹൈക്കോടതി വിധി കൂടി ഉദ്ധരിച്ചുകൊണ്ടാണ് മന്ത്രി MP രാജേഷ് അക്കാര്യം സമർത്ഥിച്ചത്. ഒരു കാരണവശാലും ഈ പ്രതികളെ സർക്കാർ വിട്ടയക്കില്ല. ഈ ആരോപണങ്ങൾ അടിസ്ഥാനരഹിതമാണ്. അതുകൊണ്ടാണ് പ്രതിപക്ഷത്തിന്റെ ആരോപണങ്ങളെ കുടിലമായ രാഷ്ട്രീയ നീക്കമെന്ന് MP രാജേഷ് വിശേഷിപ്പിച്ചത്. ഏതായാലും പ്രതിപക്ഷം സർക്കാർ നടപടി തൃപ്തരല്ല. ഇനിയും ഇത്തരം നീക്കം നടക്കുമെന്ന സംശയം അവർക്കുണ്ട്. അതാണ് പ്രശ്നം. കാരണം ഇത്രയധികം നീക്കങ്ങൾ നടത്തിയിട്ടും ഒരു സർക്കാർ ഉദ്യോഗസ്ഥന്റെ റിപ്പോർട്ട് മുകളിലേക്ക് പോയിട്ടും, ജയിൽ സൂപ്രണ്ട് റിപ്പോർട്ട് മുകളിലേക്ക് പോകുന്നു, ഇളവുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ അറിയിക്കണം, ചില റിപ്പോർട്ടുകൾ തേടണം എന്ന രീതിയിൽ കെ രമയെ
കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് 4 ദിവസങ്ങൾക്ക് മുൻപ് കെ രമയെ പോലീസ് മൊഴിയെടുക്കുന്നു. ഇന്നലെ വീണ്ടും ഇതുമായി ബന്ധപ്പെട്ട് മൊഴി രേഖപ്പെടുത്താൻ സ്റ്റേഷനിൽ നിന്ന് വിളിക്കുന്നു. തിരുവനന്തപുരത്തുള്ളപ്പോഴാണത്. ഇത്രയധികം നടപടികൾ മുന്നോട്ട് പോയിട്ടും വീണ്ടും പ്രതിപക്ഷത്തിന്റെ കുടില നീക്കം എന്ന വ്യാഖ്യാനത്തിന് എന്തർത്ഥമെന്ന ചോദ്യം സ്വാഭാവികമായി ഉയരുമല്ലോ. മറ്റൊന്ന്, മുഖ്യമന്ത്രി തുടർച്ചയായ 2ാം ദിവസവും ഈ വിഷയം പരിഗണനയ്ക്ക് വന്നിട്ട് മുഖ്യമന്ത്രി സഭയിൽ ഉണ്ടാകുന്നില്ല. ആഭ്യന്തര വകുപ്പിന്റെ ചുമതലയുള്ള ആളാണ് മുഖ്യമന്ത്രി. എന്തുകൊണ്ട് മുഖ്യമന്ത്രി മൗനം പാലിക്കുന്നു, അല്ലെങ്കിൽ സഭയിൽ നിന്ന് ഒളിച്ചോടുന്നു എന്ന ചോദ്യത്തിനും സ്വാഭാവികമായും ഉത്തരം തരേണ്ടി വരും ഭരണപക്ഷം. തീർച്ചയായും പ്രതിപക്ഷ അക്കാര്യത്തിൽ ഇപ്പോൾ തന്നെ കടുത്ത വിമർശനം ഉന്നയിച്ചു കഴിഞ്ഞു. മുഖ്യമന്ത്രി TP കേസിൽ ഉത്തരം പറയാൻ താല്പര്യമില്ലാതെ ഒളിച്ചോടുകയാണെന്ന ആരോപണമാണ് പ്രതിപക്ഷം ഉന്നയിക്കുന്നത്. കെ രമയുടെ നോട്ടീസ് വരുമ്പോഴും ഉപക്ഷേപം വരുമ്പോഴും ആ രീതിയിൽ മുഖ്യമന്ത്രി മറുപടി പറയാതിരിക്കാൻ വേണ്ടിയാണ് സ്പീക്കർ പോലും ഒരിക്കലും ഒരു സ്പീക്കർ സർക്കാരിന്റെ നിലപാടുകൾ പ്രഖ്യാപിക്കാനുള്ള ആളല്ല. ആഭ്യന്തര വകുപ്പിന്റെ പരിഗണനയുള്ള വിഷയമാണ് അത്. അത്ര നീക്കം നടന്നിട്ടില്ലെന്ന് പറയേണ്ടത് ആഭ്യന്തരമന്ത്രിയാണ്, അല്ലെങ്കിൽ ആഭ്യന്തരമന്ത്രി ചുമതലപ്പെടുത്തിയ മറ്റേതെങ്കിലും മന്ത്രിമാരാണ്. അതിനു പകരം കഴിഞ്ഞ ദിവസം ചൊവ്വാഴ്ച സ്പീക്കർ തന്നെ അത്തരം നീക്കം നടത്താത്തതുകൊണ്ട് നോട്ടീസ് അനുവദിക്കാനാകില്ല എന്ന നിലപാടെടുക്കുകയായിരുന്നു. അവിടെയാണ് മുഖ്യമന്ത്രിക്ക് ഈ വിഷയം സംസാരിക്കാൻ കെ രമയുടെ ചോദ്യങ്ങൾക്ക് മുഖ്യമന്ത്രി സഭയിൽ മറുപടി പറയേണ്ട, പ്രത്യേകിച്ചും TP കേസിൽ മറുപടി പറയേണ്ട ഒരു സാഹചര്യം ഒഴിവാക്കാനുള്ള നീക്കം നടത്തിയെന്ന പ്രതിപക്ഷ ആരോപണത്തിന് ബലം വെക്കുന്നത്. ഇന്ന് മുഖ്യമന്ത്രി ഡൽഹിയിൽ പോകാൻ ഇരുന്നതാണെന്ന് നേരത്തെ തീരുമാനിച്ചതാണ് കേന്ദ്ര കമ്മിറ്റി യോഗത്തിൽ പങ്കെടുക്കാൻ. പക്ഷേ മുഖ്യമന്ത്രി ഇന്ന് സഭയിലെത്താത്തതും ഈ കാരണങ്ങളാലെന്ന് പ്രതിപക്ഷം ആരോപിക്കുന്നു. സർക്കാരിന്റെ ഉദ്യോഗസ്ഥരെ മാത്രം പഴിചാരി ബലിയാടാക്കിയുള്ള നീക്കത്തെ പ്രതിപക്ഷം സംശയദൃഷ്ടിയോടുകൂടിയാണ് കാണുന്നത്. കാരണം ഒരു ഉദ്യോഗസ്ഥൻ വിചാരിച്ചാൽ ഇത്രയധികം കോളിളക്കമുണ്ടാക്കിയ, ഇത്രയധികം കേരളത്തെ ഞെട്ടിച്ച ഒരു കൊലപാതകത്തിലെ രാഷ്ട്രീയ ബന്ധം CPM-ന് വലിയ ബന്ധമുണ്ടെന്ന് ആരോപിക്കപ്പെട്ട ഒരു കേസിലെ പ്രതികളെ ശിക്ഷായിളവ് നൽകാൻ, ഹൈക്കോടതി വിധി പോലും മറികടന്നുകൊണ്ട് മാറ്റിവെച്ചുകൊണ്ട് ശിക്ഷായിളവ് നൽകാൻ ഒരു ഉദ്യോഗസ്ഥരും ധൈര്യം കാട്ടുമെന്ന് പ്രതിപക്ഷം വിശ്വസിക്കുന്നതിൽ അവിടെയാണ് CPM-ന്റെ നീക്കമെന്ന് ഈ ആരോപണം പ്രതിപക്ഷം ശക്തമാക്കാൻ കാരണം. ഏതായാലും TP കേസ് ഇന്ന് വീണ്ടും സഭയിൽ ഉന്നയിച്ചു. ഈ വിഷയത്തിൽ നടപടിയടക്കം സർക്കാർ വിശദീകരിച്ചു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. TP കേസ് സജീവമായി തന്നെ പ്രതിപക്ഷം മുന്നോട്ട് കൊണ്ടുപോവുകയാണ്. മറ്റു ചില വാർത്തകളിലേക്ക് കൂടി പോകണം. അത് പ്രധാനമായും CPM മുൻ ജില്ലാ കമ്മിറ്റി അംഗം മനു തോമസിനെതിരെ ഭീഷണിയുമായി ആകാശ് തില്ലങ്കേരി എന്നുള്ളതാണ്. പാർട്ടിക്കെതിരെ എന്തും പറയാമെന്ന് കരുതേണ്ട, അക്കാര്യം ബോധ്യപ്പെടുത്താൻ അധികം സമയം വേണ്ട, കൂടെയുള്ള ബിസിനസ്സുകാർക്കും മാധ്യമങ്ങൾക്കും സംരക്ഷിക്കാൻ കഴിഞ്ഞെന്ന് വരില്ലെന്നും ഫേസ്ബുക്കിലൂടെ ഭീഷണി. ഇതിനിടെ FBയിൽ മനു തോമസ് ഇതിന് മറുപടി നൽകി. രാഷ്ട്രീയ കൊലപാതകങ്ങളെ വിമർശിച്ച CPIM മുൻ ജില്ലാ കമ്മിറ്റി അംഗം ഒഞ്ചിയത്തും എടയന്നൂരും നടന്നത് വിപ്ലവമായിരുന്നില്ല, വൈകൃതമായിരുന്നുവെന്ന് വിമർശിച്ചു. MS അനീഷ് കുമാർ ചേരുകയാണ്. അനീഷ്, മനു തോമസ് അമ്പയെ പരാജയപ്പെട്ടു നിൽക്കുന്ന ഒരു പാർട്ടി ഈ കണ്ണൂരടക്കമുള്ള മേഖലകളിൽ, കണ്ണൂരും വടകരയിലും അടക്കം, അവിടെ മനു തോമസിനെ പോലെ വളരെ പ്രധാനപ്പെട്ട ഒരു മുൻ നേതാവിൻ്റെ വിമർശനം പാർട്ടിയെ വല്ലാതെ തിരിഞ്ഞു കൊത്തുന്നുണ്ട്. അതാണ് ജയരാജനെ പോലെയുള്ള ഒരാൾ മറുപടി പറയേണ്ടി വരുന്നത് ഈ വിഷയത്തിൽ, ഫേസ്ബുക്കിലൂടെ തുടർച്ചയായി ആക്രമിക്കേണ്ടി വരുന്നത്. പക്ഷേ ഇതൊക്കെ എന്ത് തരത്തിൽ ഗുണം ചെയ്യുമെന്ന ചോദ്യം അണികൾക്കിടയിലെങ്കിലും ഉയരുന്നില്ലേ? തീർച്ചയായും കണ്ണൂർ രാഷ്ട്രീയത്തിലെ ഉൾപാർട്ടി രാഷ്ട്രീയത്തെ വളരെ കലുഷിതമാക്കിക്കൊണ്ടാണ് മനു തോമസും ഒപ്പം പാർട്ടി നേതാവ് P ജയരാജനുമായുള്ള പോസ്റ്റുകൾ വരുന്നത്. ഇതിനിടയിലാണ് ഇപ്പോൾ ആകാശ് തില്ലങ്കേരി മറ്റൊരു മറുകുറിപ്പ്, ഒരു പോസ്റ്റിന് കമന്റായി എന്തും വിളിച്ചു പറയാൻ പറ്റില്ലെന്ന് ബോധ്യപ്പെടാൻ അധിക സമയം വേണ്ട, കൂടെയുള്ളവർക്കും മാധ്യമങ്ങൾക്കും സംരക്ഷിക്കാൻ കഴിയില്ല എന്നടക്കമുള്ള കാര്യങ്ങൾ പറഞ്ഞ് പോസ്റ്റ് ഇട്ടിരിക്കുന്നത്. എന്തായാലും ഈ പോസ്റ്റിൽ ഇട്ടിരിക്കുന്ന കമന്റ് വാർത്തയോടുകൂടി ആകാശ് തില്ലങ്കേരി തന്നെ ഈ പോസ്റ്റ് മാറ്റുകയും ചെയ്തിട്ടുണ്ട്, ഡിലീറ്റ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. നേരത്തെ പാർട്ടിയെ കുത്തിവലിക്കാൻ മാധ്യമങ്ങളിലൂടെ അവസരമൊരുക്കിയത് P ജയരാജനാണ് എന്നാണ് മനു തോമസ് പോസ്റ്റ് ഇട്ടിരുന്നത്. ക്വാറി മുതലാളിക്ക് വേണ്ടി മലയോരത്ത് പാർട്ടി ഏരിയ സെക്രട്ടറിയെ സൃഷ്ടിച്ചു, പാർട്ടിയിൽ പുതിയ ഗ്രൂപ്പ് ഉണ്ടാക്കാൻ ജയരാജൻ ശ്രമിച്ചു എന്നീ ആരോപണങ്ങളൊക്കെ ഫേസ്ബുക്കിൽ കൂടി മനു തോമസ് ഉന്നയിച്ചു. ഇതിന് മറുപടി P ജയരാജൻ നൽകിയത്, ആരെയെങ്കിലും ലക്ഷ്യം വിട്ട് തെറ്റായ ആരോപണം ഉന്നയിച്ചാൽ പാർട്ടി കൂട്ടുനിൽക്കില്ലെന്നും തിരുത്തേണ്ടത് മനു തോമസ് ആണെന്നുമായിരുന്നു കുറിപ്പിൽ പറഞ്ഞത്. ജില്ലാ കമ്മിറ്റി അംഗം ആയതിനു പിന്നാലെ വ്യാപാര സംരംഭങ്ങളിൽ നിന്നും ഒഴിവാകണമെന്ന നിർദ്ദേശം മനു പാലിച്ചില്ലെന്നും ഒരു വിപ്ലവകാരിയുടെ പതനം മാധ്യമങ്ങൾ ആഘോഷമാക്കുന്നത് CPM വിട്ടതുകൊണ്ടാണെന്നും ജയരാജൻ പറഞ്ഞിരുന്നു. ഇതിനുള്ള മറുപടി നൽകി. ഈ മറുപടിക്കെതിരായാണ് ഇപ്പോൾ ആകാശ് തില്ലങ്കേരി പോസ്റ്റ് ഇട്ടിരിക്കുന്നതും അത് ഡിലീറ്റ് ചെയ്തിരിക്കുന്നതും. എന്തായാലും ഇതിനും ആകാശ് തില്ലങ്കേരിയുടെ ഈ കുറിപ്പിന് പിന്നാലെ വീണ്ടും മനു തോമസ് പോസ്റ്റ് ഇട്ടിരിക്കുന്നു. ഈ
പി ജയരാജനെ അദ്ദേഹത്തിൻ്റെ തന്നെ എനിക്കെതിരായ തെറ്റിദ്ധാരണാജനകമായ FB പോസ്റ്റ് ആധാരമാക്കി ഒരു സംവാദത്തിന് ക്ഷണിച്ചപ്പോൾ കൊലവിളി ഭീഷണിയുമായി വന്നത് സ്വർണം പൊട്ടിക്കൽ മാഫിയ സംഘത്തിൻ്റെ തലവന്മാരാണെന്നത് ആശ്ചര്യപ്പെടുത്തുന്നില്ല എന്ന് ആരംഭിക്കുന്ന കുറിപ്പാണ് ഇട്ടിരിക്കുന്നത്. ഇതിലാണ് പറയുന്നത്, ഉഞ്ചിയും എടയന്നൂരും ഉൾപ്പെടെ നടന്നത് വിപ്ലവമായിരുന്നില്ല, വൈകൃതമായിരുന്നു എന്ന ഒരു വെളിപ്പെടുത്തൽ നടത്തുന്നത്. ജനിച്ചാൽ ഒരിക്കൽ മരിക്കണം, അത് നട്ടെല്ലും നിർത്തി തന്നെ സമരം ചെയ്യുന്നതിനിടെ ആയിരിക്കണം, ഒറ്റയ്ക്കായാലും അത് സംഘടനയിൽ നിന്നായിരിക്കണം എന്നും മനു തോമസ് പറയുന്നു. എന്തായാലും ഏറ്റവും ഒടുവിൽ ഈ കുറിപ്പ് അവസാനിപ്പിക്കുന്നത് കൊല്ലാനാവും, പക്ഷേ നാളെയുടെ നാവുകൾ നിശബ്ദമായിരിക്കില്ല, അതുകൊണ്ട് തെല്ലും ഭയമില്ല വ്യാജ സൈന്യങ്ങളെ. കൃത്യമായ പദപ്രയോഗം തന്നെ മനു തോമസ് ഇവിടെ നിർത്തിയിരിക്കുന്നു, വ്യാജ സൈന്യങ്ങളെ എന്നാണ്. നമുക്കറിയാം TP ചന്ദ്രശേഖരന്റെ വധവും ഷുഹൈബ് വധവും പോലുള്ള വലിയ കൊലപാതകങ്ങൾ, വിവാദമായ കൊലപാതകങ്ങൾ CPM-നെ അക്ഷരാർത്ഥത്തിൽ പ്രതിക്കൂട്ടിലാക്കുകയും ഇതിൽ കൊട്ടേഷൻ അടക്കമുള്ള ആളുകളുടെ സാന്നിധ്യം തെളിയിക്കുകയും പാർട്ടിയാണ് ഈ കൊട്ടേഷൻ നടത്തിയതെന്ന് തെളിയുകയും ചെയ്ത ഒരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെയാണ് പാർട്ടിയോട് ഏറെ നാൾ ചേർന്ന് നിന്ന ഒരാൾ തന്നെ ഇത്തരത്തിലെ വ്യാജ സൈന്യങ്ങളെക്കുറിച്ചുള്ള പരാമർശം നടത്തി ഈ പോസ്റ്റ് ഇട്ടിരിക്കുകയും ചെയ്യുന്നത്. എന്തായാലും മനു തോമസിന്റെ പുതിയ പോസ്റ്റിനോട് ഏത് രീതിയിൽ ഇനി CPM പ്രതികരിക്കുമെന്ന് കാണാം. എന്തായാലും നേരത്തെ പോസ്റ്റ് വിവാദമായ സാഹചര്യത്തിൽ ആകാശ് തില്ലങ്കേരി അത് ഡിലീറ്റ് ചെയ്തിരുന്നു. കാരണം അതിൽ ഒരു ഭീഷണിയുടെ സ്വരമുണ്ട്, അല്ലെങ്കിൽ ഒരു കൊലവിളിയാണ് നടത്തുന്നതെന്ന ഒരു ആരോപണം, അത്തരമൊരു പരാമർശം തന്നെയാണ് മനു തോമസിന്റെ ഭാഗത്തുനിന്നും ഉണ്ടാവുകയും ചെയ്ത്. എന്തായാലും അങ്ങേയറ്റം പാർട്ടിക്കുള്ളിലെ ഈ രാഷ്ട്രീയം കലുഷിതമായി നിൽക്കുന്ന ഒരു സാഹചര്യം തന്നെയാണ് ഇപ്പോൾ കണ്ണൂരിൽ ഉടലെടുത്തിരിക്കുന്നത്. രഞ്ജിത്ത്. ശരി, മറ്റു വാർത്ത അത് മഴയുമായി ബന്ധപ്പെട്ടാണ്. സംസ്ഥാനത്ത് കാലവർഷം ശക്തമാണ്. ഇന്ന് രാവിലെ അല്പസമയം ഒന്ന് മഴ മാറി നിന്നുവെങ്കിലും ഉച്ചയോടുകൂടി വീണ്ടും മഴ വിവിധ കേന്ദ്രങ്ങളിൽ ശക്തി പ്രാപിച്ചതായാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. മഴക്കെടുതി അതിരൂക്ഷമാണ്. സംസ്ഥാനത്ത് വിവിധ സ്ഥലങ്ങളിൽ മരങ്ങൾ കടപുഴകി വീണു, നിരവധി വീടുകൾക്ക് കേടുപാടുകൾ സംഭവിച്ചപ്പോൾ വ്യാപകമായ കൃഷിനാശവും റിപ്പോർട്ട് ചെയ്തു. വെള്ളക്കെട്ടും കടലാക്രമണവും പലയിടത്തും ശക്തമാണ്. കനത്ത മഴയിൽ തിരുവനന്തപുരം കോട്ടൂരിൽ 2 വീടുകൾ തകർന്നു. കുട്ടികൾ ഉൾപ്പെടെയുള്ളവർ തലനാഴിഴയ്ക്ക് രക്ഷപ്പെട്ടു. കോട്ടൂർ കടമാൻകുന്ന് ജലാലുദ്ദീന്റെയും മുബീനയുടെയും വീടുകളാണ് തകർന്നത്. എറണാകുളം കണ്ണമാലിയിൽ കടലാക്രമണത്തിൽ വീട് തകർന്നു. പുത്തൻതോട് ബെഞ്ചമിന്റെ വീടാണ് തകർന്നത്. വീടിനുള്ളിൽ തിരകയറി ഇലക്ട്രോണിക് ഉപകരണങ്ങൾ ഉൾപ്പെടെ നശിച്ചു. കോട്ടയം തിരുവാതുക്കൽ വേളൂരിൽ കനത്ത മഴയിലും കാറ്റിലും മരങ്ങൾ വീണ് വീടുകൾക്ക് കേടുപാടുകൾ സംഭവിച്ചു. ഞാൻ ഇട്ട വിഷയത്തിൽ വില്ലാണ്, ഇപ്പൊ അടുത്ത വിഷയത്തിൽ ഇപ്പൊ അഖിലേഷ് ഇട്ട്. നദികളിലും അണക്കെട്ടുകളിലും ജലനിരപ്പ് ഉയരുകയാണ്. പമ്പ നദിയിൽ ജലനിരപ്പ് ഉയർന്നതോടെ റാന്നി അരയാഞ്ഞിലിമൺ കോസ്വേയിൽ വെള്ളം കയറി. തിരുവല്ല കടപ്ര പഞ്ചായത്തിൽ 15-ലധികം വീടുകളിൽ വെള്ളം കയറി. 18 കുടുംബങ്ങളെ ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്ക് മാറ്റിപ്പാർപ്പിച്ചു. കാസർഗോഡ് കുറ്റിക്കോൽ പള്ളിജാലിൽ കാർ ഒഴുക്കിൽപ്പെട്ടു. കൈവരിയില്ലാത്ത പാലത്തിലാണ് അപകടത്തിൽപ്പെട്ടത്. കാറിലുണ്ടായിരുന്ന 2 പേരെയും രക്ഷപ്പെടുത്തി. കാസർഗോഡ് മധുവാഹിനിപ്പുഴ കരകവിഞ്ഞതോടെ പലയിടത്തും വെള്ളം കയറി. മധൂർ സിദ്ധിവിനായക ക്ഷേത്രത്തിലെ ശ്രീകോവിലും വെള്ളം കയറി. കണ്ണൂർ പയ്യന്നൂരിൽ കനത്ത മഴയിലും കാറ്റിലും വ്യാപക കൃഷിനാശമുണ്ടായി. റബ്ബർ, കവുങ്ങ്, വാഴ തുടങ്ങിയവ നശിച്ചു. കാനായി വള്ളിക്കെട്ട് പ്രദേശത്ത് ഇലക്ട്രിക് പോസ്റ്റ് ലൈനുകളും തകർന്നു. കടൽക്ഷോഭം രൂക്ഷമായ എറണാകുളം വൈപ്പിൻ എടവനക്കാട് പ്രതിഷേധം തുടർന്ന് നാട്ടുകാർ. തീരദേശ സംരക്ഷണ സമിതിയുടെ നേതൃത്വത്തിലാണ് നാട്ടുകാർ റോഡ് ഉപരോധിക്കുന്നത്. കടലാക്രമണം രൂക്ഷമായിട്ടും നടപടിയെടുക്കാത്തതിൽ പ്രതിഷേധിച്ചാണ് സമരം. കടൽ ഭിത്തി നിർമ്മിക്കുമെന്ന് സർക്കാർ നിയമസഭയിൽ പ്രഖ്യാപിക്കാതെ സമരത്തിൽ നിന്ന് പിന്മാറുന്ന നിലപാടിലാണ് സമരസമിതി. ഡാനി പോളിന്റെ റിപ്പോർട്ട്.
വൈപ്പിൻ എടവനക്കാട് റോഡ് ഉപരോധം, നാട്ടുകാരുടെ റോഡ് ഉപരോധം വളരെ ശക്തമായിട്ട് തന്നെയാണ് ഇന്ന് നടന്നത്. ഇതിൽ വലിയ രീതിയിലുള്ള ഒരു പങ്കാളിത്തം ശ്രദ്ധേയമാണ്, നാട്ടുകാരുടെ അടക്കം. കാരണം കഴിഞ്ഞ 20 വർഷത്തിലധികമായി ഇവർ സഹിക്കുന്നത് വലിയ രീതിയിലുള്ള ദുരിതങ്ങളാണ് കടലാക്രമണം മൂലം. ഈ സുനാമിയിൽ 5ഓളം ജീവനുകൾ നഷ്ടപ്പെട്ടൊരു മേഖല കൂടിയാണ് വൈപ്പിനെന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ കടലാക്രമണം എല്ലാ കാലത്തും തന്നെ പ്രതിസന്ധികൾ സൃഷ്ടിച്ചിരുന്നു. ഇവിടെ ശാശ്വതമായ ഒരു പരിഹാരം എന്ന രീതിയിലേക്ക് കാണുന്നത് മികച്ച പുലിമുട്ടുകളും അല്ലെങ്കിൽ ടെട്രാപോഡ് പോലുള്ള മികച്ച രീതിയിലുള്ള കടൽ ഭിത്തികളുമെല്ലാമാണ് വേണ്ടത്. പക്ഷെ അത്തരം രീതികളിലേക്ക് ഇതുവരെയും ആ ഒരു പ്രവർത്തനങ്ങൾ മാറിയിട്ടില്ല എന്നാണ് നാട്ടുകാരുടെ ആരോപണം. ഇന്ന് നടക്കുന്ന ഈ സമരം, അതിൽ നാട്ടുകാർ ഉന്നയിക്കുന്ന ആവശ്യം തങ്ങൾക്ക് കൃത്യമായ രീതിയിൽ ഉറപ്പ് കിട്ടാതെ തങ്ങൾ ഈ സമരം അവസാനിപ്പിക്കില്ല എന്ന് തന്നെയാണ്. അതുകൊണ്ട് ഇതിൽ പങ്കെടുക്കുന്നവരെല്ലാവരും തന്നെ ആ രീതിയിൽ തങ്ങൾക്ക് ഒരു ഉറപ്പ് ലഭിക്കാതെ തന്നെ ഈ സമരം അവസാനിപ്പിക്കില്ല എന്ന നിലപാടിൽ തന്നെയാണ് തുടരുന്നത്. സമരം തുടർന്നുകൊണ്ടേയിരിക്കും, മരണം വരെ സമരം ചെയ്യും. കാരണം വാഗ്ദാനങ്ങൾ ലംഘിച്ചുകൊണ്ടിരിക്കുകയാണ്, നിരന്തരം വാഗ്ദാനങ്ങൾ ലംഘിച്ചുകൊണ്ടിരിക്കുകയാണ്. 20 വർഷമായി വാഗ്ദാനങ്ങളുടെ പെരുമഴയാണ്. ആ വാഗ്ദാനങ്ങളുടെ പെരുമഴയല്ലാണ്ട് ഒരു നിർമ്മാണ പ്രവർത്തനവും എടവനക്കാട് ഗ്രാമപഞ്ചായത്തിൽ തീരദേശത്ത് ഇതുവരെ നടപ്പാക്കിയിട്ടില്ല. അതിനെതിരെ ശക്തമായ സമരം, ജനകീയ സമരമാണത്. 2004 സുനാമി ദുരന്തമുണ്ടായ ആ സമയത്ത് മുതൽ ഇന്ന് വരെ ഒരു കല്ലെടുത്തു വെക്കാനായിട്ട് ഒരു സർക്കാരും കഴിഞ്ഞിട്ടില്ല. 4 പ്രാവശ്യമായിട്ട് 20 വർഷമായിട്ട് ജനങ്ങൾ അനുഭവിക്കുന്ന ദുരിതമാണ്. സമരം തുടർന്നുകൊണ്ടേയിരിക്കും. ഞങ്ങൾക്ക് എന്ന വാഗ്ദാനങ്ങളൊന്നും പാലിക്കപ്പെട്ടിട്ടില്ല, അതാണ് സത്യം. ഈ വാഗ്ദാനങ്ങൾ പാലിക്കപ്പെടാത്തിടത്തോളം കാലം മരിക്കുന്നവരെ സമരം ചെയ്യണമെന്നാണ് ഞങ്ങൾ തീരുമാനിച്ചേക്കുന്നത്. സമരത്തെ തുടർന്ന് ഇവിടെ സബ് കളക്ടർ ഇവർക്കുമായി ചർച്ചയ്ക്ക് വന്നിരുന്നു. നേരത്തെ ഇവർ ഉന്നയിച്ചിരുന്ന ഒരു ആവശ്യം ഇതാ നിയമസഭയിൽ ചർച്ച നടത്തുകയും നിയമസഭയിൽ ഒരു ഉറപ്പ് നൽകുകയും ചെയ്യാതെ തങ്ങൾ വഴങ്ങില്ല എന്നായിരുന്നു. പിന്നീട് സബ് കളക്ടർ ഇവിടേക്ക് വരികയും ഇവരുമായി ചർച്ച നടത്തുകയും ചെയ്തു. ഇവരുടെ ആവശ്യങ്ങളിൽ പ്രത്യേകിച്ച് ടെട്രാപോഡ് അടക്കമുള്ള ആവശ്യങ്ങൾ പെട്ടെന്ന് തീരുമാനമെടുക്കാൻ കഴിയുന്നതല്ല. അതുകൊണ്ട് അതിന് സർക്കാരിന്റെ അടക്കമുള്ള DPR അടക്കം സമർപ്പിച്ച് അതിനുശേഷമുള്ള അനുവാദങ്ങൾ, കാര്യങ്ങളും സാവകാശങ്ങളും എല്ലാം വേണ്ടതാണ് എന്ന് കളക്ടർ പറഞ്ഞുവെങ്കിലും അത് നാട്ടുകാർ ചെവിക്കൊള്ളുന്നില്ല. അതിൽ ഈ കളക്ടറുമായിട്ട് തന്നെ കളക്ടർ സംസാരിക്കുമ്പോൾ തന്നെയും അത് എതിർത്തുകൊണ്ട് തന്നെയും സംഭാഷണങ്ങളുണ്ടായി. നിങ്ങളുടെ ഇഷ്യൂസ് എന്താണോ അതെല്ലാം നമ്മൾ കാണാം. ഞാൻ വന്ന് പഠിക്കാം. പിന്നെ നിങ്ങളുടെ ആവശ്യത്തിലെ മെയിൻ ആവശ്യം എന്ന് പറയുന്നത് ഇതിനൊരു പെർമനന്റ് സൊല്യൂഷൻ എന്ന് പറയുന്നത് ടെട്രാപോഡ് ആണെന്ന് എനിക്കറിയാം. ടെട്രാപോഡിനുള്ള DPR നമ്മൾ കഴിഞ്ഞ ദിവസം ജില്ലാ കളക്ടറുടെ മീറ്റിംഗിലും ഇത് ഡിസ്കസ് ചെയ്തിരുന്നു. അതിനുള്ള DPR നമ്മൾ ഓൾറെഡി ഗവൺമെന്റിലേക്ക് സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞു. അതിന്റെ സാങ്ഷൻ വരുന്ന ഉടനെ തന്നെ നമ്മൾ അതിനുള്ള വർക്ക് സ്റ്റാർട്ട് ചെയ്യുന്നതാണ്. ഈ കൂടിയാലോചനകളുടെ എല്ലാവരും ഒറ്റ തീരുമാനമാണ്. ഞങ്ങളുടെ തീരുമാനം അറിയാമോ? യുദ്ധകാലാടിസ്ഥാനത്തിൽ 6 മാസത്തിനുള്ളിൽ 2.5 കിലോമീറ്റർ തീരദേശം ടെട്രാപോഡ് ഉപയോഗിച്ച് ചെല്ലാന മോഡലിൽ ശാസ്ത്രീയപരമായിട്ട് പുലിമുട്ട് നിർമ്മിച്ച് 6 മാസത്തിനുള്ളിൽ ഇവിടെ ഈ തീരദേശം സംരക്ഷിച്ചാൽ മാത്രം ഈ സമരത്തിൽ നിന്ന് പിന്മാറുള്ളൂ എല്ലാ ജനങ്ങളും ഒറ്റക്കെട്ടായി തീരുമാനം. സബ് കളക്ടർ പിന്നീട് നാട്ടുകാർക്ക് ആവശ്യപ്പെട്ടതനുസരിച്ചുകൊണ്ട് ഇപ്പോൾ എടവനക്കാട് മേഖലയിൽ കടലാക്രമണത്തിൽ തകർന്ന വീടുകളടക്കം സന്ദർശിക്കുന്നതിന് വേണ്ടി തിരിച്ചിട്ടുണ്ട്. ഇതിൽ അവർ സന്ദർശനം അത് പൂർത്തിയാക്കിയതിനു ശേഷം അവർ അതനുസരിച്ചുള്ള റിപ്പോർട്ടുകൾ സർക്കാരിന് സമർപ്പിക്കും. പക്ഷേ നാട്ടുകാർ ഇക്കാര്യങ്ങളിൽ അവർ ഇപ്പോൾ നടത്തുന്ന ശ്രമങ്ങളോട് സമരസപ്പെടാതെ സമരം തുടരുന്ന രീതിയിലേക്കാണ് പോകുന്നത്. വലിയ രീതിയിൽ തന്നെ സമരം സംഘടിപ്പിക്കുമെന്ന് അവർ വ്യക്തമാക്കുകയും ചെയ്യുന്നു. എന്തായാലും ഈ ദിവസം വൈപ്പിൻ ദ്വീപിലൂടെ കടന്നു പോകുന്നവർക്ക് യാത്രക്കാർക്ക് വലിയ ദുരിതങ്ങളാണ് സമ്മാനിച്ചത്. കാരണം അവർക്ക് യാത്ര ഇവിടെ എടവനക്കാടിന് സമീപം അവസാനിപ്പിക്കേണ്ടി വരുന്നു. കാൽനടയായിട്ട് മറുഭാഗത്തേക്ക് യാത്ര ചെയ്യേണ്ട ഒരവസ്ഥയിലെല്ലാം തന്നെ വരുന്നു. പക്ഷേ നാട്ടുകാർ ചൂണ്ടിക്കാണിക്കുന്നത് പോലെ തങ്ങൾ നേരിടുന്ന പ്രതിസന്ധികളുടെ ആഴം വലുതാണ്. അതുകൊണ്ട് സമരമല്ലാതെ മറ്റൊരു വഴിയില്ല എന്നാണ് ഇവർ വ്യക്തമാക്കുകയും ചെയ്യുന്നത്. വൈപ്പിൽ നിന്ന് ക്യാമറമാൻ മനോജിനൊപ്പം ഡാനി പോൾ, ന്യൂസ് 18. മലപ്പുറം ജില്ലയുടെ തീരദേശ മേഖലയിൽ കടൽക്ഷോഭത്തിന് നേരിയ ശമനം. എന്നാൽ കഴിഞ്ഞ ദിവസം കടലേറ്റമുണ്ടാക്കിയ ദുരിതം മേഖലയിൽ ഏറെയുണ്ട്. വെള്ളം കയറിയ വീടുകളിലെ ആളുകൾ ബന്ധുവീടുകളിലേക്ക് മാറി. പൊന്നാനി മേഖലയിൽ ഒരു ദുരിതാശ്വാസ ക്യാമ്പും തുടങ്ങിയിട്ടുണ്ട്. കടൽ വെള്ളം പ്രദേശത്തെ ജലസ്രോതസ്സുകളെ മലിനമാക്കാതിരിക്കാൻ വേണ്ട നടപടികളാണ് ഇവിടെ പുരോഗമിക്കുന്നത്. CB അനുമോദിന്റെ റിപ്പോർട്ട്. മലപ്പുറത്തിന്റെ തീരദേശ മേഖലകളിൽ പ്രത്യേകിച്ച് പൊന്നാനി മുതൽ വെളിയങ്കോട് വരെയുള്ള 4 കിലോമീറ്ററിലധികം ദൂരത്താണ് വലിയ തോതിൽ തന്നെ കടൽക്ഷോഭം കഴിഞ്ഞ ദിവസം ഉണ്ടായത്. 50-ലധികം വീടുകളിലേക്ക് കടൽവെള്ളം കയറുന്ന ഒരു സാഹചര്യം, ആളുകൾ ഇവിടുന്ന് മാറി താമസിക്കുന്ന സാഹചര്യം, അതൊക്കെ കഴിഞ്ഞ ദിവസം ഇവിടെ ഉണ്ടായി. പക്ഷേ ഇന്ന് രാവിലെ മുതൽ
കടൽ ശാന്തമാണ്. അതുകൊണ്ട് തന്നെ കഴിഞ്ഞ ദിവസത്തെ അപേക്ഷിച്ച് സാഹചര്യങ്ങൾ മെച്ചപ്പെട്ടിട്ടുണ്ട് എന്ന് പറയാം. പക്ഷേ ഇവിടുത്തെ മറ്റൊരു പ്രധാന പ്രശ്നം, കഴിഞ്ഞ ദിവസം കടൽക്ഷോഭത്തിൽ കടൽ ഏകദേശം ഒരു 100 മീറ്ററോളം അടുത്തേക്ക് കയറി വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ മേഖല മൊത്തം മണൽ നിറഞ്ഞിരിക്കുന്ന ഒരു കാഴ്ചയാണ്. വീടുകളിലേക്ക് മണൽ കയറിയിട്ടുണ്ട്, കുടിവെള്ള സ്രോതസ്സുകളിലേക്ക് ഈ കടൽ വെള്ളം കയറിയിട്ടുണ്ട്. അത്തരത്തിൽ വലിയ ഒരു പ്രതിസന്ധിയാണ് ഇവിടെ ഉണ്ടായിരിക്കുന്നത്. ഇപ്പോൾ ഈ പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ, പഞ്ചായത്ത് മെമ്പർമാരുടെ നേതൃത്വത്തിൽ ഇപ്പോൾ ഇവിടെ കിടന്നിരുന്ന കടൽ വെള്ളം ഒരു ചാല് വെട്ടി ഒഴുക്കി വിടുന്ന ഒരു പ്രവൃത്തിയാണ് പൂർത്തീകരിക്കുന്നത്. എത്രമാത്രം പ്രധാനപ്പെട്ടതാണ് ഈ കാര്യം? ഇത് കടൽക്ഷോഭവുമായി ബന്ധപ്പെട്ട് കയറിയ വെള്ളം നമ്മളുടെ പാടശേഖരത്തിനകത്തും തോട്ടിലും നിന്ന് കഴിഞ്ഞാൽ കുടിവെള്ള പ്രശ്നത്തിന് വലിയ ഒരു പ്രശ്നമാണ്, ബുദ്ധിമുട്ടാണ്. ഈ വെള്ളം നിന്ന് കുടിവെള്ളത്തിൽ കയറുകയും കുടിക്കാനുള്ള വെള്ളത്തിൽ മലിനമാകുന്നൊരു പ്രശ്നമുണ്ട്. ആ പ്രശ്നം താൽക്കാലിക പരിഹാരമാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നതൊക്കെ. അങ്ങനെ കെട്ടിയിരിക്കുന്ന വെള്ളങ്ങൾ ചെറിയ ചാല് കയറി പുഴയിലേക്ക് ഒഴുക്കി വിടുന്ന ഒരു പരിപാടി മാത്രം. ശാശ്വതമായിട്ടുള്ള പരിഹാരങ്ങളൊന്നും ഇതിപ്പോ പഞ്ചായത്തിന്റെ നിർദ്ദേശപ്രകാരമാണ്. അതെ, പഞ്ചായത്തിന്റെ ഇതിലാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നേരത്തെ ഇതൊരു പഴയ തോടായിരുന്നു എന്നാ പറഞ്ഞു അല്ലേ? അത് കഴിഞ്ഞ വർഷം ഇതുപോലെ കടൽക്ഷോഭം ഉണ്ടായപ്പോൾ നമ്മൾ ഉണ്ടാക്കിയ തോടായിരുന്നു. ഈ തോട് ഇപ്പോൾ ഇന്നലത്തെ കടൽക്ഷോഭത്തിൽ ഈ തോട് പൂർണ്ണമായിട്ട് മൂടിക്കഴിഞ്ഞു, മണ്ണ് കയറി മൂടിക്കഴിഞ്ഞു. അപ്പൊ ഇനി ഇത് കൂടാതെ അപ്പുറത്തൊരു വേറെ തോടാണ് ഇപ്പോൾ ഉണ്ടാക്കിയിട്ടുള്ളത്. ഓരോ വർഷം കഴിയുന്നതും കടൽ ഓരോ വർഷം കൂടുന്നതും കടൽ കയറി വരെയാണ്. ഭൂമി നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. പതുക്കെ ഈ ഒരു നാടില്ലാതാവുന്ന ഒരു സാഹചര്യത്തേക്കാണ് പോകുന്നത്. അത് മുമ്പ് നിങ്ങൾക്ക് നമ്മൾ വരുന്ന വഴിക്ക് പല സ്ഥാപനങ്ങളും കണ്ടു. അത് കടലിന്റെ തീരത്താണ്, തൊട്ട് തീരത്താണ് ഇപ്പോൾ നിങ്ങൾ പല വീടുകളും. മുൻപ് അത് നിർമ്മിച്ച സമയത്തൊക്കെ കടൽ ഒരുപാട് അകലെയായിരിക്കും അല്ലേ? കടൽ ഇവിടുന്ന് ഒരുപാട് ദൂരെയായിരുന്നു കടൽ. ഇതിപ്പോൾ വർഷങ്ങളായിട്ട് കയറി ഓരോ വർഷങ്ങളിലും കയറി ഇവിടെ വരെ എത്തിയിട്ടുണ്ട്. ഇതിന്റെ അപ്പുറത്തൊക്കെ ഒരുപാട് വീടുകൾ ഉണ്ടായിരുന്നതാണ്. അതൊക്കെ ഓരോ കാലങ്ങളിലായിട്ട് നഷ്ടപ്പെട്ട് ഇങ്ങനെ വരുന്നതാണ്. ഇതില് കടൽ ഭിത്തിയുടെ കാര്യത്തിൽ ഒരു ശാശ്വത പരിഹാരം ഇല്ലാതെ, ഒരു ശാസ്ത്രീയമായ രീതിയിൽ കടൽ ഭിത്തി നിർമ്മിക്കാതെ ഇതിനൊരു പരിഹാരം ഉണ്ടാവില്ല എന്നാണ് അധികൃതർ പറയുന്നത്. കടൽ ഭിത്തിയുടെ കാര്യത്തിൽ കടൽ ഭിത്തി ഒരുപാട് പഠനങ്ങൾ ഇവിടെ ഓൾറെഡി നടത്തിപ്പോയിട്ടുണ്ട്. ചെല്ലാനം മോഡൽ പദ്ധതി, ടെട്രാപോഡ് എന്നൊക്കെ പറഞ്ഞ ഒരുപാട് പദ്ധതികൾ എന്തായിട്ടുണ്ട്, ഇവിടെ പഠനം നടത്തിപ്പോയിട്ടുണ്ട്. പക്ഷെ ആ പദ്ധതികളൊന്നും ഇതുവരെ ഇവിടെ നടപ്പിലാക്കി. പഠനങ്ങൾ മാത്രം നടക്കുന്നുള്ളൂ, പദ്ധതി ആയി വരുന്നില്ല. ഇത് ഈ ഒരു പ്രദേശത്തെ പഞ്ചായത്ത് അംഗം കൂടിയാണ് നമ്മോട് സംസാരിച്ച താഹിർ. അദ്ദേഹം പറഞ്ഞതിൽ പ്രധാനപ്പെട്ട കാര്യം കടൽ ഭിത്തിക്ക് വേണ്ടിയുള്ള പഠനങ്ങൾ മാത്രമാണ് നടക്കുന്നത്, പ്രായോഗിക തലത്തിലൊന്നും നടക്കുന്നില്ല എന്നുള്ളതാണ്. ഇപ്പോൾ ഈ ഒരു സജീവമായിട്ട് ഇപ്പോൾ നടക്കുന്നത് ഈ ഒരു മേഖലയിൽ കെട്ടിക്കിടന്ന ഉപ്പുവെള്ളം, കടൽ വെള്ളം നീക്കി അത് പുഴയിലേക്ക് തിരിച്ചുവിടാനുള്ള പ്രവൃത്തികളാണ് സജീവമായിട്ട് ഇവിടെ പുരോഗമിക്കുന്നത്. കാരണം ജനവാസ മേഖലയിലേക്ക് ഈ കടൽ വെള്ളം കയറിയതിന്റെ പ്രശ്നങ്ങൾ എത്തരുത്, അതിന്റെ ജലസ്രോതസ്സുകൾ, ആ മേഖലയുടെ ജലസ്രോതസ്സുകൾ മലിനമാകരുത് എന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം ആണ് ഇവിടെ ഈ ഒരു പ്രവൃത്തിക്ക് പിന്നിലുള്ളത്. എന്താണെങ്കിലും കടൽക്ഷോഭത്തിന്റെ ശക്തി കുറഞ്ഞെങ്കിലും കടലേറ്റം ഉണ്ടാക്കിയ ബുദ്ധിമുട്ടുകൾ അത് ചെറുതല്ല. അതിൽ നിന്നും കരകയറാനുള്ള വലിയ പരിശ്രമത്തിലാണ് ഈ പ്രദേശവാസികൾ. അഖിൽ ഓട്ടുപാറയ്ക്കൊപ്പം CV അനുമോദ്, ന്യൂസ് 18. ആലപ്പുഴ നഗരത്തിൽ ആറാട്ടുവഴിയിൽ മതിൽ ഇടിഞ്ഞു വീണ് 14-കാരന് ദാരുണാന്ത്യം. അന്തേക്ക് പറമ്പിൽ അലി ഹസീന ദമ്പതികളുടെ ഏക മകൻ അൽ ഫയാസ് ആണ് മരിച്ചത്. വൈകിട്ട് ട്യൂഷൻ കഴിഞ്ഞ് മടങ്ങി വരുന്നതിനിടയിലാണ് അപകടമുണ്ടായത്. ഇന്നലെ രാത്രി 7 മണിയോടെയാണ് നാടിനെയാകെ വിഷമത്തിലാക്കിയ ദാരുണ സംഭവമുണ്ടായത്. ശക്തമായ മഴയ്ക്കിടയിൽ അയൽവാസിയുടെ മതിൽ കുട്ടിയുടെ ദേഹത്തേക്ക് പതിക്കുകയായിരുന്നു. 5 അടി പൊക്കമുള്ള മതിലിന്റെ വലിയ കട്ടകളും കമ്പിയും വീണ് ഫയാസിന്റെ ശരീരം പൂർണ്ണമായും മൂടിപ്പോയിരുന്നു. ചെരുപ്പും മഴക്കോട്ടും കുടയും അപകടസ്ഥലത്ത് ചിതറിക്കിടന്നത് കണ്ടാണ് കുട്ടി അടിയിലുണ്ടെന്ന വിവരം മനസ്സിലാക്കുന്നത്. പിതാവ് അലി ഉൾപ്പെടെയുള്ളവർ ഏറെ പരിശ്രമിച്ചാണ് ഫയാസിനെ പുറത്തെടുത്തത്. ആശുപത്രിയിലെത്തിച്ചെങ്കിലും 14-കാരന്റെ ജീവൻ രക്ഷിക്കാനായില്ല. ഒരു 6 പിള്ളേർ പള്ളിയുടെ വാതിക്കുന്ന കയറും. 8:50 വണ്ടി അവിടെ വരും. 8:50 വണ്ടി വന്ന 8:50 ഇവരെയും കയറ്റി. പിന്നെ ആറാട്ടുവഴി ജംഗ്ഷനിൽ നിന്ന് 4 പിള്ളേരുണ്ട്, അവരെയും കെട്ടിയാ സ്കൂളിൽ ചെല്ലുന്നത്. ഇതറിഞ്ഞപ്പോ തന്നെ ഭയങ്കര പ്രയാസമായിപ്പോയി. നല്ലൊരു പയ്യനാ. ഫയാസിന്റെ ജീവൻ നഷ്ടമായിടത്ത് ഇനിയും അപകടകരമായ സാഹചര്യത്തിൽ മതിലുകൾ നിൽപ്പുണ്ട്. പ്രദേശത്തെ റോഡിലെ കാണകൾ ഉൾപ്പെടെ തകർന്നതാണ്. തെരുവുവിളക്ക് പോലുമില്ലെന്ന് നാട്ടുകാർ പറയുന്നു. വീട്ടിലോട്ട് പോകുന്ന വഴിയാണ് ഈ സംഭവം നടന്നിട്ട് ആംബുലൻസ് അങ്ങോട്ട് പോകുന്നത്. നേരം പാഞ്ഞു പിടിച്ചു പോകുന്നു. അപ്പോൾ ഈ ഇരുട്ടിവിടെ വെളിച്ചമൊന്നുമില്ല. അതല്ല ഈ നടന്നു വരുന്ന വഴി എന്നൊക്കെ പറഞ്ഞാൽ കാണയൊക്കെ പോയി കിടക്കുന്ന ആകെ പ്രശ്നം. അതുകൊണ്ട് ഞാൻ അത്
ഈ നാട്ടുകാരൊന്ന് ശ്രദ്ധിച്ച് ഇത് ഉത്തരവാദിത്തപ്പെട്ട ഒരു അധികാരികളെ ബോധ്യപ്പെടുത്തി ചെയ്യേണ്ട കാര്യം. കാര്യം ഇത്തരം മതിലുകൾ നേരത്തെ മുതൽ ഇങ്ങനെ ഈ പൊളിഞ്ഞൊക്കെ നിൽക്കുന്ന മതിലുകൾ വീട്ടുകാർ അതിനകത്ത് ബുദ്ധിമുട്ടുള്ളവരാണെങ്കിൽ നാട്ടുകാരെല്ലാം കൊണ്ട് മുൻകൈ എടുത്ത് ഉത്തരവാദിത്തപ്പെട്ടവരൊക്കെ ബോധ്യപ്പെടുത്തി അത് പൊളിച്ചു മാറ്റുകയൊക്കെ ചെയ്യേണ്ട ഒരു ഉത്തരവാദിത്തം. ഫയാസ് പഠിച്ചിരുന്ന ലജനത്ത് സ്കൂളിൽ നടന്ന പൊതുദർശനത്തിൽ സഹപാഠികൾ ഉൾപ്പെടെയുള്ളവർ കണ്ണീരോടെ കൂട്ടുകാരന് യാത്രാമൊഴി നൽകി. ന്യൂസ് 18 ആലപ്പുഴ. നീറ്റ് പരീക്ഷാ ക്രമക്കേട്, അടിയന്തരാവസ്ഥ തുടങ്ങിയവ പരാമർശിച്ചും NDA സർക്കാരിന്റെ ഭരണനേട്ടങ്ങൾ എണ്ണിപ്പറഞ്ഞും പാർലമെന്റിന്റെ സംയുക്ത സമ്മേളനത്തെ അഭിസംബോധന ചെയ്ത് രാഷ്ട്രപതി ദ്രൗപദി മുർമു ചോദ്യപേപ്പർ ചോർച്ചയിൽ കർശന നടപടിയും നിഷ്പക്ഷ അന്വേഷണവും ഉണ്ടാകുമെന്നും രാഷ്ട്രപതി പറഞ്ഞു. 75 को लागू हुआ आपातकाल संविधान पर सीधे हमले का सबसे बड़ा और काला अध्याय था. तो पूरे देश में हाहाकार मच गया था, लेकिन ऐसी असंवैधानिक ताकतों पर देश ने विजय प्राप्त करके दिखाया, क्योंकि भारत के मूल में गणतंत्र की परंपराएं रही है. രാഷ്ട്രപതിയുടെ അഭിസംബോധനയ്ക്കിടെ നീറ്റും മണിപ്പൂർ വിഷയവും പ്രതിപക്ഷമുയർത്തി. അരവിന്ദ് കെജ്രിവാളിനെ അന്വേഷണ ഏജൻസികളെ ഉപയോഗിച്ച് വേട്ടയാടുകയാണെന്ന് ആരോപിച്ച് ആം ആദ്മി പാർട്ടി അംഗങ്ങൾ രാഷ്ട്രപതിയുടെ അഭിസംബോധന ബഹിഷ്കരിച്ചു. തിരുവനന്തപുരം അംഗമായ തരൂർ സത്യപ്രതിജ്ഞ ചെയ്തു. രാഗേഷ് എഴുതു. രാഗേഷ്, ഇന്നും അടിയന്തരാവസ്ഥ പരാമർശിച്ചു എന്നുള്ളതാണ് പ്രത്യേകത. മറ്റു ചില നേട്ടങ്ങളും സർക്കാർ അടുത്ത 5 വർഷം ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങളിലുമൊക്കെ ഒരു പരാമർശം രാഷ്ട്രപതിയുടെ ഭാഗത്തുനിന്നുണ്ടായി. പ്രതിപക്ഷം എങ്ങനെയാണ് ഇന്നത്തെ പ്രസംഗത്തെ സമീപിച്ചത്? രഞ്ജിത്ത്, 3ാം തവണയും സർക്കാരിൽ ജനങ്ങൾ വിശ്വാസം അർപ്പിച്ചു എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് രാഷ്ട്രപതി ദ്രൗപദി മുർമു സംയുക്ത സമ്മേളനത്തെ, പാർലമെന്റിന്റെ സംയുക്ത സമ്മേളനത്തെ അഭിസംബോധന ചെയ്തത്. ഏതായാലും ഈ സർക്കാരിന്റെ കാലത്ത് ചരിത്രപരമായ ചില പ്രഖ്യാപനങ്ങൾ ഉണ്ടാകും, ഐതിഹാസികപരമായ ചില പ്രഖ്യാപനങ്ങൾ ഉണ്ടാകുമെന്ന് ചൂണ്ടിക്കാണിച്ചു. ബജറ്റ് ചരിത്രപരമായിരിക്കുമെന്ന് കൂടി പറഞ്ഞു വെച്ചിരിക്കുകയാണ് രാഷ്ട്രപതി. ഒപ്പം ഈ സമീപകാലത്ത് ഏറെ ചർച്ചയായ നീറ്റ് പരീക്ഷാ ക്രമക്കേട്, ഒപ്പം ചോദ്യപേപ്പർ ചോർച്ച തുടങ്ങിയ വിഷയങ്ങളും രാഷ്ട്രപതി പരാമർശിച്ചു. കുറ്റക്കാർക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കും, അതിൽ പ്രതിപക്ഷം രാഷ്ട്രീയം കാണേണ്ട കാര്യമില്ല എന്നുകൂടി രാഷ്ട്രപതി പറഞ്ഞു വെച്ചിരിക്കുകയാണ്. പരീക്ഷകൾ കുറ്റമറ്റ രീതിയിൽ നടപ്പാക്കുന്ന ശ്രമമാണ് ഇപ്പോൾ സർക്കാർ നടത്തുന്നതെന്നുകൂടി രാഷ്ട്രപതി പറയുകയുണ്ടായി. എന്നാൽ ഈ വിഷയങ്ങൾ പരാമർശിച്ചപ്പോൾ നീറ്റ് എന്ന് ഉയർത്തിക്കൊണ്ടാണ് പ്രതിപക്ഷാംഗങ്ങൾ പ്രതിഷേധിച്ചത്. ഒപ്പം അടിയന്തരാവസ്ഥയും രാഷ്ട്രപതി ചൂണ്ടിക്കാണിച്ചു എന്ന് ശ്രദ്ധേയമായ കാര്യമാണ്. കാരണം ഇന്നലെ ലോക്സഭയിൽ സ്പീക്കറാണ് ഇത്തരത്തിലൊരു പരാമർശം, സ്പീക്കർ ഒരു പ്രമേയം അവതരിപ്പിച്ചത് വലിയ പ്രതിഷേധങ്ങൾ ഉണ്ടാക്കുകയും പ്രതിപക്ഷ അംഗങ്ങൾ അത്തരമൊരു നീക്കം ഞെട്ടലുളവാക്കുകയും ചെയ്തിരുന്നു. ഏതായാലും ഇന്ന് അടിയന്തരാവസ്ഥ കടുത്ത അധ്യായമാണ്. ഭരണഘടനയ്ക്ക് നേരിട്ടുള്ള ആക്രമണമാണ് ഉണ്ടായതെന്ന് കൂടി രാഷ്ട്രപതി പറഞ്ഞു വെക്കുകയുണ്ടായി. ഏതായാലും സ്പീക്കർക്ക് പിന്നാലെ സംയുക്ത സമ്മേളനത്തെ അഭിസംബോധന ചെയ്യുമ്പോൾ രാഷ്ട്രപതി കൂടി ഏതായാലും അടിയന്തരാവസ്ഥ പരാമർശിച്ചു എന്നത് ശ്രദ്ധേയമായ കാര്യമാണ്. ഒപ്പം മണിപ്പൂരിൽ കഴിഞ്ഞ 10 വർഷത്തിനിടെ സമാധാനം ഉണ്ടാക്കാനുള്ള ശ്രമങ്ങൾ സർക്കാരിന്റെ ഭാഗത്തുനിന്ന് തുടരുകയാണ്. സംഘർഷങ്ങൾ കുറഞ്ഞു എന്ന് രാഷ്ട്രപതി പറഞ്ഞപ്പോൾ പ്രതിപക്ഷം അപ്പോഴും മണിപ്പൂർ എന്ന് ഉയർത്തിക്കൊണ്ട് പ്രതിഷേധം ഉയർത്തുകയും ചെയ്തു. ഏതായാലും NDA സർക്കാരിന്റെ അടുത്ത വർഷങ്ങളിലേക്കുള്ള ഒരു നയം ആണിപ്പോൾ രാഷ്ട്രപതി വ്യക്തമാക്കുകയും ചെയ്തത്. എന്നാൽ ആം ആദ്മി പാർട്ടി അംഗങ്ങൾ ഈ സംയുക്ത സമ്മേളനത്തെ രാഷ്ട്രപതിയുടെ അഭിസംബോധനയെ ബഹിഷ്കരിക്കുകയാണ് ചെയ്തത്. അതിന് കാരണമായി ചൂണ്ടിക്കാണിച്ചത് അന്വേഷണ ഏജൻസികൾ ഉപയോഗിച്ച് അരവിന്ദ് കെജ്രിവാളിനെ വേട്ടയാടുകയാണെന്നാണ് ആം ആദ്മി പാർട്ടി ഇപ്പോൾ കാരണമായി ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത്. രഞ്ജിത്ത്. രാഗേഷാണ് വിവരങ്ങൾ പങ്കുവച്ചത്. കളിയിക്കാവിള ക്വാറി ഉടമയെ കഴുത്തറത്ത് കൊലപ്പെടുത്തിയ ശേഷം പ്രതി അമ്പിളി മെഡിക്കൽ സ്റ്റോറിലെത്തിയ ഒരു ദൃശ്യം പുറത്ത്. തമിഴ്നാട്ടിലെ പടന്താലുമൂട്ടിലെ മെഡിക്കൽ സ്റ്റോറിൽ നിന്ന് പുറത്തുവരുന്ന ദൃശ്യം ന്യൂസ് 18 കിട്ടി. മെഡിക്കൽ സ്റ്റോറിലെ ജീവനക്കാരനോട് ബൈക്കിൽ കളിയിക്കാവിളയിൽ വിടാമോ എന്ന് ചോദിച്ചതായും ഫോൺ വാങ്ങി ആരെയോ വിളിച്ചതായും മെഡിക്കൽ സ്റ്റോർ ജീവനക്കാരൻ മൊഴി നൽകിയിട്ടുണ്ട്. പാലശാല സ്വദേശി സുനിലിന് വേണ്ടി അന്വേഷണം ഊർജിതമാക്കി. അമ്പിളിക്ക് സർജിക്കൽ ബ്ലേഡും ഗ്ലൗസും വാങ്ങി നൽകിയത് സുനിലാണെന്ന് അന്വേഷണ സംഘത്തിന് വ്യക്തമായിട്ടുണ്ട്. ബി വിനോദ് ചേർന്ന്. വിനോദ്, ആകപ്പാടെ ഇപ്പോഴും ആശയക്കുഴപ്പമാണല്ലോ അല്ലെ? ഒരു വ്യക്തതയിലേക്ക് കാര്യങ്ങൾ വരുന്നില്ലല്ലോ. ഇയാൾ ഒറ്റയ്ക്ക് ഈ കൊലപാതകം നടത്തുമോ എന്ന ചോദ്യത്തിന് പോലീസിന് ഉത്തരവുണ്ടോ? അറിഞ്ഞിട്ട് ഈ കേസിൽ അമ്പിളിയുടെ പങ്ക് ഏറ്റവും കൂടുതൽ സ്ഥിരീകരിക്കുന്ന ദൃശ്യങ്ങളാണ് പുറത്തു വന്നിട്ടുള്ളത്. അമ്പിളി ഈ കൊലപാതകത്തിന് ശേഷം സമീപത്തെ ഒരു മെഡിക്കൽ സ്റ്റോറിലേക്ക് പോവുകയും അവിടെ
ടാക്സിയോ ഓട്ടോയോ ലഭിക്കുമോ എന്ന കാര്യം അവിടെ ഉണ്ടായിരുന്ന ജീവനക്കാരനോട് ചോദിക്കുകയും ചെയ്തു. അതിനുശേഷം അങ്ങനെ ആ സർവീസ് കിട്ടില്ല എന്ന് അറിഞ്ഞതോടുകൂടി ജീവനക്കാരനോട് തന്നെ ബൈക്കിൽ കളിയിക്കാവളയിലേക്ക് വിടാമോ എന്ന് ചോദിക്കുന്നു. അതും സാധ്യമല്ലെന്ന് പറഞ്ഞതോടുകൂടി അമ്പിളി അവിടെ നിന്ന് പോവുകയാണ്. നടന്നോ മറ്റേതെങ്കിലും വാഹനത്തിലോ അമ്പിളി കളിയിക്കാവള എത്തുകയും പിന്നീട് മലയത്തേക്ക്, തിരുവനന്തപുരം മലയത്തേക്ക് എത്തുകയും ചെയ്യുന്നു. മലയത്ത് നിന്നാണ് അമ്പിളിയെ പിടികൂടുന്നത്. ഈ കടയിൽ നിന്ന് പോകുന്നതിന് മുമ്പ് തന്നെ അവിടുത്തെ ജീവനക്കാരൻ്റെ ഫോണിൽ നിന്ന് അമ്പിളി ആരെയോ വിളിക്കുന്നുണ്ട്. ആ കാര്യം ഈ മൊഴിയായി ജീവനക്കാരൻ നൽകിയിട്ടുണ്ട്. ചോദ്യം ചെയ്യലിൽ അമ്പിളിയും അത് സംബന്ധിച്ചു. അവിടെ നിന്നാണ് ഈ പാറശാല സ്വദേശിയായ സുനിലിനെയാണ് വിളിച്ചത്. സുനിലുമായി ബന്ധപ്പെട്ട് ഈ കേസിൻ്റെ അന്വേഷണം ഇപ്പോൾ നീളുകയാണ്. സുനിലാണ് അമ്പിളിക്ക് കത്തി നൽകിയത്. അതായത് ദീപുവിനെ കൊലപ്പെടുത്തിയ കത്തി, ആ ബ്ലേഡ്, 2 ആയുധങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ട്, കത്തിയും ഒരു ബ്ലേഡും. ഇത് നൽകിയത് സുനിലാണ്. അതോടൊപ്പം തന്നെ അമ്പിളിക്ക് ധരിക്കാൻ ആവശ്യമായ ആ കോട്ടും അങ്ങനെയുള്ള വസ്ത്രങ്ങളും ഒക്കെയും നൽകിയത് സുനിലാണ്. ദീപു കോയമ്പത്തൂരിലേക്ക് യാത്ര പോകുന്നു എന്ന കാര്യം നേരത്തെ തന്നെ അമ്പിളി മനസ്സിലാക്കിയിരുന്നു. കോറിക്ക് ആവശ്യമായ വാഹനം വാങ്ങുന്നതിന് വേണ്ടിയാണ് കോയമ്പത്തൂരേക്ക് പോകുന്നത്. നേരത്തെ തന്നെ ദീപുവും അമ്പിളിയും തമ്മിൽ പരിചയമുണ്ടായിരുന്നു. പക്ഷേ എങ്ങനെയാണ് അമ്പിളി ഈ വാഹനത്തിലെത്തിയത് എന്നത് സംബന്ധിച്ച് ഇതുവരെയും വ്യക്തതയില്ല. ദീപു വിളിച്ചിട്ടാണോ അമ്പിളി ഈ വാഹനത്തിൽ കയറിയത്, അല്ലെങ്കിൽ തന്ത്രപരമായി ഏതെങ്കിലും കാര്യം പറഞ്ഞ് വാഹനത്തിനുള്ളിൽ പ്രവേശിക്കുകയായിരുന്നു? ഈ കാര്യങ്ങളെല്ലാം തന്നെ പരിശോധിക്കേണ്ടതുണ്ട്. മാത്രവുമല്ല, സുനിലും അമ്പിളിയും തമ്മിലുള്ള ബന്ധം, സുനിലിന് 2 മെഡിക്കൽ സ്റ്റോറുകൾ സ്വന്തമായുണ്ട്. നമ്മൾ ഈ ദൃശ്യത്തിൽ കാണിക്കുന്ന മെഡിക്കൽ സ്റ്റോർ സുനിലിൻ്റേതല്ല. സുനിലിന് നെയ്യാറ്റിൻകര പാറശാല ഭാഗത്താണ് 2 മെഡിക്കൽ സ്റ്റോറുകൾ ഉള്ളത്. അവിടെ സുനിൽ കൃത്യമായി ഈ ആയുധം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അമ്പിളിയെ ഏൽപ്പിച്ചു കൊലപാതകം നടത്തുന്നതിന് വേണ്ടി. അമ്പിളിയും സുനിലും തമ്മിലാണ് ഗൂഢാലോചന നടത്തിയത്. ഇത് 10 ലക്ഷം രൂപ വാഹനത്തിലുണ്ടായിരുന്നത് തട്ടിയെടുക്കുന്നതിന് വേണ്ടിയാണോ എന്ന കാര്യം ഉൾപ്പെടെയാണ് പരിശോധിക്കേണ്ടത്. മറ്റൊരു കാര്യം, പടന്താലമുട്ടിലെ മെഡിക്കൽ സ്റ്റോറിൽ വാഹനം അന്വേഷിച്ച് കൊലപാതകത്തിന് ശേഷം അമ്പിളി എത്തുമ്പോൾ ചുമലിൽ ഒരു ബാഗുണ്ട്. അത് ദീപുവിൻ്റെ ബാഗാണ്. അതിലാണ് 10 ലക്ഷം രൂപ ഉണ്ടായിരുന്നത്. വാഹനത്തിൽ നിന്ന് കൊലപ്പെടുത്തിയ ശേഷം ഈ ബാഗുമായി അമ്പിളി കടക്കുകയായിരുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. എന്തിനു വേണ്ടി കൊലപാതകം നടത്തി? അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. അമ്പിളി കുറ്റസമ്മതം നടത്തിയിട്ടുണ്ട്. ഈ കവർന്ന പണം 10 ലക്ഷം രൂപ, അത് 7 ലക്ഷം രൂപ അമ്പിളിയുടെ വീട്ടിൽ നിന്നും 3 ലക്ഷം രൂപ മറ്റൊരിടത്തു നിന്നും പോലീസ് കണ്ടെത്തിയതാണ് വിവരം. അതായത് പണം പൂർണ്ണമായി പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. എന്തിനു വേണ്ടിയായിരുന്നു ഈ കൊലപാതകം നടത്തിയത്? നേരത്തെ തന്നെ ക്രിമിനൽ പശ്ചാത്തലമുള്ള അമ്പിളി കൊലപ്പെടുത്തിയത് ഗുണ്ടാ സംഘങ്ങളുടെ പേരിൽ, കൊട്ടേഷൻ സംഘത്തിൻ്റെ പേരിൽ അവർ പിരിവ് ചോദിച്ചതിൻ്റെ പേരിലാണോ? അതല്ലാതെ നേരത്തെ തന്നെ പ്രചരിച്ച തരത്തിൽ ഒരു വിവരം വന്നത് ദീപുവിന് വലിയ തുകയുടെ ഇൻഷുറൻസ് ഉണ്ട്. ആ ഇൻഷുറൻസ് കുടുംബത്തിന് ലഭിക്കുന്നതിന് വേണ്ടി ദീപു കൂടി സമ്മതിച്ചുകൊണ്ടുള്ള ഒരു കൊലപാതകം. അത് പക്ഷേ പോലീസ് പൂർണ്ണമായും തള്ളിക്കളയുകയാണ്. അതുകൊണ്ട് തന്നെ കൊട്ടേഷൻ സംഘത്തിൻ്റെ ഇടപെടൽ തന്നെയാണ് പോലീസ് സംശയിക്കുന്നത്. ഇന്ന് വൈകിട്ടോടുകൂടി കോടതിയിൽ ഹാജരാക്കുമെന്ന വിവരമാണ് അന്വേഷണ ഉദ്യോഗസ്ഥർ നൽകുന്നത്. കസ്റ്റഡിയിൽ വാങ്ങി കൂടുതൽ ചോദ്യം ചെയ്യേണ്ടി വരും. രജിത്ത്, ശരി. വ്യാജ റിക്രൂട്ട്മെന്റ് ഏജൻസിയുടെ ചതിയിൽപ്പെട്ട് റഷ്യൻ യുദ്ധഭൂമിയിൽ കുടുങ്ങിയ അവസാന മലയാളിയും തിരിച്ചെത്തി. തിരുവനന്തപുരം അഞ്ചുതെങ്ങ് സ്വദേശി ടിനു പനിയാട്ടിമയാണ് ഇന്ന് പുലർച്ചെ മടങ്ങിയെത്തിയത്. ടിനുവിനൊപ്പമുണ്ടായിരുന്ന മറ്റ് 3 അഞ്ചുതെങ്ങ് സ്വദേശികളെ നേരത്തെ ഇന്ത്യൻ എംബസി ഇടപെട്ട് നാട്ടിലെത്തിച്ചിരുന്നു. വ്യാജ റിക്രൂട്ടിംഗ് ഏജൻസിയുടെ കെണിയിൽപ്പെട്ട് റഷ്യയിലെ യുദ്ധമേഖലയായ ലിസ്റ്റുചെൻസിൽ കുടുങ്ങിയ തിരുവനന്തപുരം അഞ്ചുതെങ്ങ് സ്വദേശിയായ ടിനു പനിയടിമയാണ് ഇന്ന് പുലർച്ചെ നാട്ടിൽ തിരികെ എത്തിയത്. ഏറെ നാളത്തെ അനിശ്ചിതത്വത്തിനൊടുവിലാണ് ടിനു ജന്മനാട്ടിലേക്ക് മടങ്ങിയെത്തിയത്. ടിനുവിനൊപ്പമുണ്ടായിരുന്ന പ്രിൻസ് ഗെയിൽ, വിനീത, ഡേവിഡ്സൺ തുടങ്ങിയവരെ ഇന്ത്യൻ എംബസി ഇടപെട്ട് നേരത്തെ മോചിപ്പിച്ചിരുന്നു. അപ്പോഴും ടിനുവിന്റെ മോചനം വൈകുന്ന സാഹചര്യമായിരുന്നു. കാരണം യുദ്ധവൃത്തിയിൽ നിന്ന് അല്ലെങ്കിൽ യുദ്ധസേവനത്തിൽ നിന്ന് പെട്ടെന്ന് തിരികെ നാട്ടിലേക്ക് മടങ്ങിയെത്താൻ കഴിയാത്ത തരത്തിലുള്ള അനിശ്ചിതത്വത്തിലേക്ക് അത് മാറിയത് ഏറെ വിവാദമാകുന്ന സാഹചര്യമുണ്ടായിരുന്നു. വിദേശകാര്യ മന്ത്രാലയം പലതവണ വിഷയത്തിൽ റഷ്യൻ ഗവൺമെന്റുമായി സംസാരിക്കുകയും എംബസിയുമായി ഇതുമായി ബന്ധപ്പെട്ട വിശദമായ ചർച്ചകൾ നടത്തുകയും ചെയ്തിരുന്നു. പക്ഷേ അപ്പോഴും മാസങ്ങളായി ടിനുവിന്റെ മോചനം അത് സാധ്യമല്ലാത്ത ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തിച്ചത് കുടുംബാംഗങ്ങളെ അടക്കം ആശങ്കപ്പെടുത്തുന്ന ഒരു സ്ഥിതിവിശേഷമുണ്ടായിരുന്നു. അതിനിടയിലാണ് ഈ വ്യാജ റിക്രൂട്ട്മെന്റ് ഏജൻസിയെക്കുറിച്ച് ഡൽഹി ആസ്ഥാനമായി CBI ഉദ്യോഗസ്ഥർ കേരളത്തിലെത്തി വിശദമായ അന്വേഷണം നടത്തിയത്. അതുമായി ബന്ധപ്പെട്ട് 2 പേർ കസ്റ്റഡിയിലെടുക്കുകയും അവരെ വിശദമായി ചോദ്യം ചെയ്യുകയും ഒക്കെ ചെയ്യുന്ന സാഹചര്യം ഉണ്ടായി. തുമ്പ സ്വദേശികൾ ഉൾപ്പെടെയുള്ളവരാണ് ഈ റിക്രൂട്ട്മെന്റ് ഏജൻസികൾക്ക് പിന്നിലുള്ളത് എന്നാണ് ലഭ്യമായിരിക്കുന്ന വിവരം. അതടക്കം
മലയാളികളായ റഷ്യയിലുള്ള ഈ റിക്രൂട്ടിംഗ് ഏജൻസിയുടെ പ്രതിനിധികളെ കുറിച്ചടക്കം വിശദമായ വിവരങ്ങൾ CBI ഉദ്യോഗസ്ഥർ ശേഖരിക്കുകയും ചെയ്തിരുന്നു. ഏതായാലും ടിനു കൂടി നാട്ടിലെത്തിയതോടെ അഞ്ചുതെങ്ങിൽ നിന്ന് റഷ്യയിൽ യുദ്ധഭൂമിയിൽ അകപ്പെട്ട മുഴുവൻ മലയാളികളും തിരികെ എത്തിയതിന്റെ ആശ്വാസത്തിലാണ് നാടും അതോടൊപ്പം അവരുടെ കുടുംബാംഗങ്ങളും. സ്റ്റേഷൻ ഡ്യൂട്ടിക്ക് സന്നദ്ധമാകാതെ പോലീസുകാർ. പത്തനംതിട്ട KAP 3 നിന്ന് സ്റ്റേഷൻ ഡ്യൂട്ടിക്ക് പോകാൻ സന്നദ്ധത അറിയിച്ചത് ഒരാൾ മാത്രമാണ്. ജില്ലയിലെ സ്റ്റേഷനുകളിൽ 130 ഒഴിവുകളുള്ളപ്പോഴാണ് ഈ അവസ്ഥ. മുൻപ് ബറ്റാലിയനിൽ നിന്ന് ഏത് വിധേനയും സ്റ്റേഷനിലെത്താനായിരുന്നു പോലീസുകാരുടെ ആഗ്രഹം. അതൊക്കെ ഇപ്പോൾ പഴങ്കഥ. പത്തനംതിട്ടയിലെ സ്റ്റേഷനുകളിൽ 130 പോലീസുകാരുടെ ഒഴിവുണ്ട്. KAP 3 ബറ്റാലിയനിലെ പോലീസുകാരോട് സന്നദ്ധത തേടിയപ്പോൾ സ്റ്റേഷൻ ഡ്യൂട്ടിക്ക് താൽപര്യമറിയിച്ചത് ഒരേ ഒരാൾ. സമീപകാലത്ത് സേനാംഗങ്ങൾ സ്റ്റേഷനുകളിൽ നേരിടുന്ന പ്രതിസന്ധി തന്നെയാണ് ഇത്തരമൊരു താൽപര്യക്കുറവിന് കാരണം. അമിത ജോലിഭാരവും മേലുദ്യോഗസ്ഥരുടെ മാനസിക പീഡനവും കാരണം പലരും അഭയം തേടുന്നത് ആത്മഹത്യയിൽ. ജീവനൊടുക്കുന്നതിന് ആരോഗ്യ പ്രശ്നമുൾപ്പെടെ മറ്റു കാരണങ്ങളുമുണ്ട്. ഈ മാസം ഒരാഴ്ചക്കിടെ മാത്രം ആത്മഹത്യ ചെയ്തത് 5 പോലീസുകാർ. SI തസ്തിക ഉപേക്ഷിച്ച് ഹവിൽദാർ തസ്തികയിലേക്ക് മടങ്ങിയതും വാർത്തയായി. സ്റ്റേഷൻ ഡ്യൂട്ടിയായാലും ക്യാമ്പിൽ തുടർന്നാലും ഒരേ ശമ്പളമാണ്. തലവേദനകളില്ലാതെ ക്യാമ്പിൽ തുടരുന്നതാണ് സുരക്ഷിതമെന്ന് ബഹുഭൂരിപക്ഷവും കരുതുന്നു. VV വിനോദ്, ന്യൂസ് 18, തിരുവനന്തപുരം. KSRTC ജീവനക്കാരുടെ സംഘടനയായ TDFന്റെ നേതൃത്വത്തിൽ തിരുവനന്തപുരത്ത് KSRTC CMDയുടെ ഓഫീസ് ഉപരോധിച്ചു. ശമ്പളം നൽകുക, അഴിമതികളിൽ വിജിലൻസ് അന്വേഷണം നടത്തുക, NDR NPS കുടിശ്ശിക തീർക്കുക, തൊഴിലാളികൾക്ക് എതിരെയുള്ള അനാവശ്യ ശിക്ഷണ നടപടികൾ അവസാനിപ്പിക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടായിരുന്നു ഉപരോധം. ഡാൻ കുര്യന്റെ റിപ്പോർട്ട്. ഒരിടവേളയ്ക്ക് ശേഷം KSRTCയിൽ വീണ്ടും തൊഴിലാളി സംഘടനകളുടെ നേതൃത്വത്തിൽ പ്രതിഷേധം കനക്കുകയാണ്. ശമ്പളം കൃത്യമായി നൽകുക, KSRTCയുമായി ബന്ധപ്പെട്ട് ഉയർന്നു വന്ന അഴിമതി കേസുകളിൽ സംസ്ഥാന വിജിലൻസിന്റെ അന്വേഷണം നടത്തുക എന്ന ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് TDFന്റെ നേതൃത്വത്തിൽ ഇന്ന് രാവിലെ 8 മണി മുതൽ ഉപരോധ സമരം, അതായത് CMD ഓഫീസ് ഉപരോധിക്കുന്ന തരത്തിലേക്ക് സമരം പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. സ്കൂൾ തുറക്കുന്ന ഈ മാസം പോലും ഞങ്ങൾക്ക് ശമ്പളം സമയബന്ധിതമായി തരാൻ മാനേജ്മെന്റിനും സർക്കാരിനും കഴിയുന്നില്ല. ഞങ്ങൾ ഈ പുതിയ മന്ത്രി വന്നിട്ട് ആ മന്ത്രിയുടെ വാക്ക് വിശ്വസിച്ചാണ് ഇത്രയും ദിവസം ഈ ഒരു സമരത്തിലേക്ക് ഇറങ്ങാത്തത്. ഈ സർക്കാർ അധികാരത്തിൽ വന്നത് മുതൽ ഈ ശമ്പളത്തിന് എല്ലാ മാസവും സമരം ചെയ്യുന്ന ഒരു സംഘടനയാണ് TDF. അതുപോലെ തന്നെ ഞങ്ങൾക്ക് ശമ്പളം തരാനുള്ള സാമ്പത്തികമില്ല എന്ന് പറയുന്നതിൽ KSRTCയിൽ അഴിമതിക്കും ദൂർത്തിനും യാതൊരുവിധ കുറവുമില്ല. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ ഈ സമയബന്ധിതമായി ശമ്പളം 5-ാം തീയതിക്ക് മുമ്പ് ഒറ്റക്കെടുവായി തന്നില്ല എങ്കിൽ ഈ വരും മാസങ്ങളിലൊക്കെ ഞങ്ങൾ ശക്തമായ സമരം, പണിമുടക്ക് ഉൾപ്പെടെയുള്ള സമരങ്ങളിലേക്ക് ഞങ്ങൾ പോകും. അടുത്ത മാസം 5-ാം തീയതിക്ക് മുമ്പ് ശമ്പളം കിട്ടിയില്ല എങ്കിൽ അടുത്ത ദിവസം മുതൽ, പറഞ്ഞതിന് അടുത്ത ദിവസം 6-ാം തീയതി മുതൽ ഞങ്ങൾ സമരത്തിലേക്ക് പോകും. ഇത് ഉപരോധ സമരമാണ് നടക്കുന്നത്. CMD വരുന്ന സമയം ഉണ്ടായിരിക്കാം. അദ്ദേഹം ഇവിടെ ഉണ്ടോ? എങ്ങനെയാണ്? CMD അല്ല, ഒരു ഉദ്യോഗസ്ഥന്മാരെയും ഞങ്ങൾ ഇതിനകത്തുനിന്ന് കയറ്റിവിടില്ല. ശമ്പളം തരാൻ ഇന്ന് കഴിഞ്ഞ മാസത്തെ ജോലി ചെയ്തതിന്റെ ശമ്പളം തരാൻ ഇന്ന് 27 ദിവസം കാത്തിരുന്ന് ഇന്ന് മാത്രമേ ഓഫീസിൽ കയറിയാൽ നടക്കുള്ളൂ എന്ന് അതിനകത്ത് യാതൊരു അർത്ഥമില്ല. ഞങ്ങൾക്ക് വിശ്വാസമില്ല ശമ്പളത്തിന്റെ കാര്യത്തിൽ. മറ്റ് ഏതെങ്കിലും ഇടത് അനുകൂല സംഘടനകളടക്കം പിന്തുണ അംഗീകാരത്തിൽ ലഭിച്ചിട്ടുണ്ടോ? ഇടത് സംഘടനകൾ എന്ത് വന്നാലും ഞങ്ങൾ ശിരസാ വഹിക്കാമെന്ന് പറഞ്ഞ് സർക്കാരിനെ ന്യായീകരിക്കാൻ നിൽക്കണം. അവരുടെ എന്തെങ്കിലും കാര്യം ഞങ്ങൾക്കറിയില്ല. അവരും അത്തരത്തിൽ സമരത്തിലേക്ക് വരും. ശമ്പളം എല്ലാവർക്കും കിട്ടേണ്ടതാണ്. എല്ലാവർക്കും കിട്ടേണ്ടതാണ്. മറ്റ് തൊഴിലാളികൾ ഞങ്ങളുടെ കൂടെയുണ്ട്. KSRTCയിലെ തൊഴിലാളികളെല്ലാം ഈ കഴിഞ്ഞ കാലങ്ങളിൽ ഞങ്ങൾ നടത്തിയ ഈ അനാവശ്യമായ പരിഷ്കാരങ്ങൾക്കും ശമ്പളത്തിനും വേണ്ടി നടത്തിയ സമരങ്ങൾക്കെല്ലാം കേരളത്തിലെ KSRTCയിലെ തൊഴിലാളികൾ കൊടിയുടെ നിറം നോക്കാതെ TDFന്റെ കൂടെയുണ്ട്. അപ്പോൾ അത്തരത്തിലാണ് ഈ ഉപരോധം പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. ഉദ്യോഗസ്ഥരെ ഒരു കാരണവശാലും ഓഫീസിലേക്ക്, CMD ഓഫീസിലേക്ക് കയറ്റിവിടുകയില്ല എന്ന വിശദീകരണവുമായാണ്, അല്ലെങ്കിൽ ആ ഒരു നിലപാടുമായാണ് TDFന്റെ പ്രതിഷേധം പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. സ്വാഭാവികമായി CMD ഓഫീസിലേക്ക് എത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ അത് പോലീസും പ്രവർത്തകരും തമ്മിലുള്ള ഒരു വാക്കേറ്റത്തിലേക്ക് കടക്കുന്ന ഒരു പശ്ചാത്തലം ഉണ്ടാകും. അതുകൊണ്ട് അദ്ദേഹം ഓഫീസിലേക്ക് എത്തുമോ എന്നതാണ് ഇനി കാത്തിരുന്ന് കാണാനുള്ളത്. എന്തായാലും ഏറെക്കാലമായി KSRTCയിലെ ശമ്പള കുടിശ്ശിക സർക്കാരിന് മുമ്പിൽ ഒരു തലവേദനയായി മാറുന്ന സാഹചര്യമുണ്ട്. ആ ഒരു പ്രശ്നത്തിന് കൃത്യമായ പരിഹാരം കാണാൻ കഴിഞ്ഞ മാസവും കഴിയാതെ വന്ന പശ്ചാത്തലത്തിലാണ് TDFന്റെ നേതൃത്വത്തിൽ തുടർ സമര പരിപാടികൾക്ക് തുടക്കം കുറിച്ചിരിക്കുന്നത്. ക്യാമറമാൻ ഷിജു ചാവറയ്ക്കൊപ്പം ഡാൻ കുര്യൻ, ന്യൂസ് 18. അതേസമയം KSRTC ജീവനക്കാരുടെ ശമ്പളം ഒറ്റഗഡുവായി 1-ാം തീയതി തന്നെ നൽകുമെന്ന് ഗതാഗത മന്ത്രി KB ഗണേഷ് കുമാർ. ഇതിനായി പ്രത്യേക സംവിധാനം വരും. ഇതിനുള്ള മുന്നൊരുക്കങ്ങൾ നടക്കുകയാണെന്നും ബാങ്ക് വായ്പ എടുക്കാനുള്ള സാങ്കേതിക ബുദ്ധിമുട്ടുകൾ പരിഹരിച്ചു വരികയാണെന്നും മന്ത്രി സഭയിൽ പറഞ്ഞു.
ചില്ലറ ചോദിച്ചതിലെ തർക്കത്തെ തുടർന്ന് KSRTC കണ്ടക്ടർക്ക് നേരെ മർദ്ദനം. കണ്ടക്ടറുടെ കയ്യിൽ കടിച്ച് മുറിവേൽപ്പിച്ചു. ആലപ്പുഴ കോട്ടയം KSRTC ബസ്സിലെ കണ്ടക്ടർ സജികുമാറിനാണ് മർദ്ദനമേറ്റത്. തലയ്ക്കും മുഖത്ത് മുറിവുകളുണ്ട്. പ്രതി മുബീൻ ചുങ്കത്തെ പുന്നപ്ര പോലീസ് കസ്റ്റഡിയിലെടുത്തു. ശരണ്യ സ്നേഹജന്റെ റിപ്പോർട്ട്. ആലപ്പുഴ കോട്ടയം റൂട്ടിലോടുന്ന ബസ്സിലാണ് ഈ സംഭവം ഉണ്ടായിട്ടുള്ളത്. ബസ്സിന്റെ കണ്ടക്ടർ സജികുമാർ നമ്മളോടൊപ്പം ഉണ്ട്. അദ്ദേഹത്തിന് വലിയ ചുടുകാട് ജംഗ്ഷനിൽ വെച്ചാണ് ഇത്തരത്തിൽ മർദ്ദനമേറ്റതെന്നുള്ളതാണ് കണ്ടക്ടർ വ്യക്തമാക്കുന്നത്. കയ്യിൽ കടിയേറ്റ മുറിവുണ്ട്. ഒപ്പം തന്നെ മുഖത്തും ഇടിച്ച് മുറിവേറ്റിട്ടുള്ള പാടുകൾ നമുക്ക് കാണാം. ഇപ്പോൾ KSRTC ബസ് ഇപ്പോൾ ഉള്ളത് പുന്നപ്ര സ്റ്റേഷന് മുന്നിലാണ്. ഇവർ പ്രതിയെ ഇവിടെ കൊണ്ടുവന്ന്, അതായത് ഈ ആക്രമിച്ച ആളെ ഇവിടെ കൊണ്ടുവന്ന് പോലീസ് സ്റ്റേഷനിൽ ബസ്സിലെ ജീവനക്കാർ തന്നെ കൊണ്ട് ഏൽപ്പിക്കുകയായിരുന്നു. എന്താണ് സംഭവിച്ചത്? ആലപ്പുഴ സ്റ്റാൻഡിൽ നിന്ന് വണ്ടി എടുക്കുമ്പോൾ തന്നെ ഇപ്പോൾ ഫോണിൽ സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അവിടെ നിന്ന് ഇറങ്ങി സ്റ്റാൻഡിൽ നിന്ന് ഇറങ്ങി കഴിഞ്ഞ് ഈ ഭാഗത്തേക്ക് തിരിയുന്ന സ്ഥലത്ത് വന്നപ്പോഴത്തേക്ക് കൂടെ ആളുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അവിടെ വണ്ടി നിർത്തുമ്പോൾ ഫോണിൽ സംസാരിച്ചിട്ട് അവരോട് തന്നെ സംസാരിച്ചിട്ട് വണ്ടി കോട്ടയമാണ്, വഴി എവിടെ സ്ഥലം പറഞ്ഞിട്ട് അവിടെ നിന്ന് കയറിക്കോ എന്നൊക്കെ പറഞ്ഞു. അവിടെ നിന്ന് വണ്ടി പോയി. വണ്ടി വന്നിട്ട് തിരിച്ച് ജനറൽ ഹോസ്പിറ്റലിൻ്റെ അവിടെ കഴിയുമ്പോൾ അടുത്ത സ്റ്റോപ്പിൽ ഇറങ്ങണമെന്ന് പറഞ്ഞു. പിന്നെ ടിക്കറ്റ് ചോദിച്ചപ്പോൾ 500 രൂപ നോട്ട് തന്നു. ഈ ചില്ലറ ചോദിച്ച് ചില്ലറയുടെ തർക്കമാണോ പുള്ളിയെ പ്രകോപനത്തിലേക്ക് കൊണ്ടുപോയത്? അറിയില്ല, ചില്ലറയുടെ തർക്കമല്ല. 500 നോട്ട് തന്നപ്പോഴത്തേക്ക് 20 രൂപയാണ് ചേഞ്ച്. 20 രൂപ ഉണ്ടോ എന്ന് ചോദിച്ചു. അപ്പോഴത്തേക്ക് 20 ഇല്ല എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് ഞാൻ 500 നോട്ടിന് അങ്ങ് തിരികെ വാങ്ങിച്ചു, തിരികെ കൊടുത്തു ചേഞ്ച്. അത് കഴിഞ്ഞിട്ട് അടുത്ത് ടിക്കറ്റിന്റെ പൈസ ചോദിച്ചപ്പോഴത്തേക്ക് ആദ്യം 500 ബാലൻസ് 480 തന്നിട്ട് 500 തരുവുള്ളൂ. കയ്യിൽ തന്ന 500 തിരികെ വാങ്ങിച്ചിട്ട് ബാലൻസ് 480 തന്നിട്ട് 500 തരുവുള്ളൂ എന്ന് പറഞ്ഞു. ഞാൻ വേണ്ടാന്ന് വിചാരിച്ചു. അവിടെ അങ്ങ് ഇറക്കി വിടാനായിട്ട് ബെല്ലടിച്ചു. വണ്ടി ബെല്ലടിച്ചു. അവിടെ അങ്ങ് ഇറക്കി വിടാന്ന് വിചാരിച്ചു. അപ്പോൾ ബെല്ലടിച്ച സമയത്ത് ഇറങ്ങാൻ നേരത്തെ ഇങ്ങനെ കയ്യിലിരുന്ന മെഷീനും പൈസയായിട്ട് അങ്ങ് എൻ്റെ കയ്യിൽ നിന്ന് ഇങ്ങനെ തട്ടുന്ന സമയത്ത് മെഷീൻ തെറിച്ച് താഴെ പോയി. കയ്യിരുന്ന പൈസ എല്ലാം തെറിച്ച് പോയി. അപ്പോഴത്തേക്ക് ഞാൻ മെഷീൻ പൊട്ടിയെന്നുള്ളത് നോക്കാണ്ട് ഇറങ്ങാൻ വിട്ടില്ല. ഇറങ്ങാൻ വരാത്ത സമയത്താണ് എന്നെ ആ സീറ്റിലേക്ക് ഇങ്ങനെ തള്ളിയിടുകയും അവിടെ ഒരു ലേഡി അപ്പുറത്തിരിപ്പുണ്ടായിരുന്നു. അവിടെ ആ സീറ്റിലേക്ക് ഇങ്ങനെ തള്ളിയിട്ടിട്ട് ആണ് തലയിലിടിക്കുകയും മുഖത്തിടിക്കുകയും കയ്യിൽ കടിക്കുകയൊക്കെ ചെയ്തത്. അപ്പോൾ പിന്നെ നമ്മുടെ ഡോർ അടച്ചിട്ട് മുഖത്ത് മുറിവാണ്. അതിന്റെ പിന്നെ നേരെ ഇങ്ങനെ സ്റ്റേഷനിലേക്ക് വന്ന് സ്റ്റേഷനിൽ കൊടുക്കുകയും ചെയ്തു. കയ്യിൽ അദ്ദേഹത്തിന്റെ കയ്യിൽ കണ്ടോ കടിച്ച പാടുണ്ട്. മുബീൻ എന്ന ചുങ്കം സ്വദേശിയാണ്. ഈ സംഭവത്തിൽ ഇപ്പോൾ ഇവര് ഇവിടെ പോലീസ് സ്റ്റേഷനിലേക്ക്, പുന്നപ്ര പോലീസ് സ്റ്റേഷനിലേക്ക് മുബീനെ എത്തിച്ചിട്ടുണ്ട്. ഇയാൾക്ക് ആദ്യഘട്ടം മുതൽ തന്നെ ഇയാൾ ഫോണിലായിരുന്നു എന്നുള്ളതാണ് ഇവർ പറയുന്നത്. പിന്നീട് ടിക്കറ്റ് ചോദിച്ചപ്പോൾ 500 രൂപയുടെ നോട്ട് എടുത്ത് നൽകി. 20 രൂപ ടിക്കറ്റ് ആണെന്ന് പറഞ്ഞപ്പോൾ ആ 500 രൂപ തിരികെ നൽകി. ആദ്യം ടിക്കറ്റ് തന്നതിന് ശേഷം 480 രൂപ തിരികെ തന്നാൽ 500 രൂപ അങ്ങോട്ട് നൽകാമെന്ന് പറഞ്ഞു. അത്തരത്തിൽ പ്രകോപനത്തിലേക്ക് പോവുകയും ബസ് ബെല്ലടിച്ചു. പിന്നീട് ഇറങ്ങുന്ന സാഹചര്യം, അതായത് പ്രകോപനം കൂടിയ ഘട്ടത്തിൽ ബസ് ബെല്ലടിച്ച് ഇറങ്ങാനുള്ള കാര്യങ്ങൾ ചെയ്തു. ആ ഘട്ടത്തിലാണ് കണ്ടക്ടർ ആക്രമിക്കപ്പെട്ടതെന്നാണ്. അദ്ദേഹത്തിന്റെ കയ്യിൽ കടിച്ച മുറിവേറ്റ പാടുണ്ട്, മുഖത്തുമുണ്ട്, തലയ്ക്കും മർദ്ദനമേറ്റിട്ടുണ്ട്. എന്തായാലും മുബീനെ പുന്നപ്ര പോലീസ് ചോദ്യം ചെയ്തു വരികയാണ്. ക്യാമറമാൻ പ്രശാന്ത് മംഗലശ്ശേരിക്കൊപ്പം ആലപ്പുഴയിൽ നിന്നും ശരണ്യ സ്നേഹജൻ, ന്യൂസ് 18. എറണാകുളം പെരുമ്പാവൂർ ഓടക്കാലിയിൽ യുവതിയെ വീടിനുള്ളിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തി. നെടുമ്പറ്റത്ത് വീട്ടിൽ വിഷ്ണുവിന്റെ ഭാര്യ ചാന്ദിനിയാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത്. സ്വകാര്യ മൈക്രോ ഫിനാൻസ് സ്ഥാപനത്തിൽ നിന്ന് ഇവർ പണം വായ്പ എടുത്തിരുന്നു. ഫിനാൻസിലെ ജീവനക്കാരിൽ ചിലർ കഴിഞ്ഞ ദിവസം വീട്ടിൽ വന്നതായി ബന്ധുക്കൾ പറയുന്നു. കോഴിക്കോട് പണിക്കർ റോഡിൽ ഏത് സമയത്തും നിലംപൊത്താമെന്ന അവസ്ഥയിലുള്ള കോർപ്പറേഷൻ ഉടമസ്ഥതയിലുള്ള ഫ്ളാറ്റ് പൊളിച്ചുമാറ്റി സ്ഥലത്ത് പുതിയ പാർപ്പിട സമുച്ചയം നിർമ്മിക്കുമെന്ന് കോഴിക്കോട് മേയർ. നിലവിലെ താമസക്കാരിൽ അർഹരായവർക്ക് പുതിയ കെട്ടിടത്തിലും വീടുകൾ നൽകുമെന്നും മേയർ പറഞ്ഞു. പണിക്കർ റോഡ് ഫ്ളാറ്റിന്റെ അപകടാവസ്ഥയെക്കുറിച്ചുള്ള ന്യൂസ് 18 വാർത്തയിലാണ് നടപടി. ഇടിഞ്ഞു വീഴാറായ കോർപ്പറേഷൻ ഫ്ളാറ്റിൽ നരകതുല്യ ജീവിതം നയിക്കുന്ന 24 മത്സ്യത്തൊഴിലാളി കുടുംബങ്ങളെക്കുറിച്ചുള്ള ന്യൂസ് 18 വാർത്ത ശ്രദ്ധയിൽപ്പെട്ടതോടെയാണ് വിഷയത്തിൽ ഇടപെടുമെന്ന് കോർപ്പറേഷൻ അറിയിച്ചത്. ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് ഫ്ളാറ്റിൽ പരിശോധന നടത്തിയ ശേഷം താമസക്കാരില്ലെന്ന റിപ്പോർട്ടാണ് ഉദ്യോഗസ്ഥർ നൽകിയത്. എന്നാൽ താമസക്കാരുണ്ട് എന്ന് വ്യക്തമായ സാഹചര്യത്തിൽ വീണ്ടും പരിശോധന നടത്തും. കാലപ്പഴക്കം വന്ന കെട്ടിടം പൊളിച്ചുമാറ്റി ബഹുനില മന്ദിരം നിർമ്മിക്കും. അർഹരായവർക്ക് പുതിയ താമസ സ്ഥലം അനുവദിക്കുമെന്നും മേയർ പറഞ്ഞു. പണ്ട് കൊടുത്ത അതേ ആൾക്കാർക്ക് ഇനിയും കൊടുക്കണമെന്ന് പറഞ്ഞാൽ നമുക്ക് ഇനി ആർക്കെങ്കിലും വീടുണ്ടാക്കി കൊടുക്കാൻ പറ്റുമോ? അത് വെച്ച് നോക്കുമ്പോൾ ഗവൺമെന്റ് 4 ലക്ഷം രൂപ നമുക്ക് PMAY ലൈഫിൽ നമ്മൾ കൊടുക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് വീണ്ടും ആ വീട് നമ്മൾ തന്നെ നന്നാക്കണം. റിപ്പയർ വർക്ക് ഒരുപക്ഷെ നമുക്ക് കൊടുക്കായിരിക്കും, അത് നമ്മളെല്ലാം കൊടുക്കുന്നുണ്ട്. ഇനിയും പണിത് കൊടുക്കണം എന്ന് പറഞ്ഞാൽ നടക്കുമോ? അല്ലെങ്കിൽ ഗവൺമെന്റ് ഇനിയും ഫണ്ട് കൊടുക്കണം എന്ന് പറഞ്ഞാൽ നമുക്ക് നടക്കണമെന്നില്ല. കാരണം നമുക്കിപ്പോൾ 5000-ലും മേലെ ആൾക്കാർക്ക് ഒരു സെന്റ് സ്ഥലവും ഇല്ല, വീടും ഇല്ലാത്ത എത്രയോ പാവങ്ങളാണ്, അർഹതയില്ല, തീരെ ആരും ഇല്ലാതെ ഉപേക്ഷിച്ച് പോയ വിധവമാര്, കുറേ സ്ത്രീകളൊക്കെ ഉണ്ട്, മക്കളൊന്നും ഇല്ലാത്തവരും ആരും തിരിഞ്ഞു നോക്കാനില്ലാത്തവർ, അവർക്കൊക്കെ വേണ്ടിയിട്ടും പിന്നെ അല്ലാതെ കുറച്ച് പേർക്കും കൂടി നമ്മൾ ആ ഫ്ളാറ്റുകൾ നിർമ്മിച്ച് നൽകുന്ന കാര്യം സജീവ പരിഗണനയിലാണ് കോർപ്പറേഷനിൽ.
കെട്ടിടത്തിൽ ആരും താമസിക്കുന്നില്ലെന്ന മേയറുടെ വാദത്തിനെതിരെ താമസക്കാർ രംഗത്തെത്തി. ഒരു തരത്തിലും മുന്നോട്ടു പോകാൻ കഴിയാത്ത സാഹചര്യത്തിൽ ചിലർ താൽക്കാലികമായി മാറി താമസിക്കുകയാണെന്നും ഇവർ പറയുന്നു. നമ്മളൊരു നരകപ്പാവി ആയിട്ടാണ് ജീവിക്കുന്നത്. നമുക്ക് കാറ്റടിക്കും മഴ ഒഴിക്കുമ്പോഴൊക്കെ പുറത്തേക്കല്ല 24 കൂട്ടർ പാഞ്ഞ് പുറത്തു പോയി നിൽക്കുകയാണ് ചെയ്യുന്നത്. ഈ കോർപ്പറേഷൻ കയറി കഴിഞ്ഞ് നമുക്ക് മതിയായി. പണിക്കർ ഫ്ളാറ്റിലെ താമസക്കാരെ ഉടൻ പുനരധിവസിപ്പിക്കണമെന്ന് കോർപ്പറേഷൻ പ്രതിപക്ഷവും ആവശ്യപ്പെട്ടു. സമയബന്ധിത നടപടികളില്ലെങ്കിൽ പ്രക്ഷോഭത്തിലേക്ക് നീങ്ങാനും UDF തയ്യാറെടുക്കുന്നുണ്ട്. ന്യൂസ് 18 കോഴിക്കോട്. തിരുവനന്തപുരം RCCക്ക് USTയുടെ കൈത്താങ്ങ്. RCCയിലെ പീഡിയാട്രിക് ഓങ്കോളജി വിഭാഗത്തിന് 12 ഇൻഫ്യൂഷൻ പമ്പുകൾ UST കൈമാറി. UST ചീഫ് വാല്യൂസ് ഓഫീസറും ഡെവലപ്മെന്റ് സെന്റർ ഓപ്പറേഷൻസ് മേധാവിയുമായ സുനിൽ ബാലകൃഷ്ണൻ, റീജിയണൽ ക്യാൻസർ സെന്റർ പീഡിയാട്രിക് ഓങ്കോളജി വിഭാഗം പ്രൊഫസറും മേധാവിയുമായ ഡോക്ടർ പ്രിയാകുമാരി തുടങ്ങിയവർ പങ്കെടുത്തു. ഫോറസ്റ്റ് റേഞ്ച് ഓഫീസർ ജോലി നഷ്ടപ്പെട്ട് പട്ടികയിലെ 2ാം റാങ്കുകാരി. ആലപ്പുഴ കിടങ്ങറ സ്വദേശി രേഷ്മ M. രജുവിന്റെ നിയമനമാണ് പരിശീലനം ഉൾപ്പെടെ കഴിഞ്ഞെത്തിയ ശേഷം PSC റദ്ദാക്കിയത്. മറ്റൊരു ഉദ്യോഗാർത്ഥിയുടെ അവകാശവാദത്തെ തുടർന്നാണ് പരിശീലനത്തിൽ രാജ്യത്ത് തന്നെ 3ാം റാങ്ക് നേടിയ രേഷ്മയ്ക്ക് കപ്പിനും ചുണ്ടിനുമിടയിൽ ജോലി നഷ്ടമായത്. മാർക്ക് കണക്ക് കൂട്ടുന്നതിൽ PSCക്ക് പിഴവ് സംഭവിച്ചു എന്നാണ് രേഷ്മയുടെ ആരോപണം. PSC മുഖേന വനം വന്യജീവി വകുപ്പിൽ ഫോറസ്റ്റ് റേഞ്ച് ഓഫീസറായാണ് രേഷ്മ ജോലിക്ക് കയറുന്നത്. തുടർന്ന് 1.5 വർഷത്തെ പരിശീലനത്തിനായി മഹാരാഷ്ട്രയിലെ ഫോറസ്റ്റ് അക്കാദമിയിലേക്ക് പോയി. ദേശീയ തലത്തിൽ തന്നെ 3ാം റാങ്കോടെ പരിശീലനം പൂർത്തിയാക്കി കഴിഞ്ഞ 18-ന് നാട്ടിലെത്തി. ജോലിയിൽ പ്രവേശിക്കാനിരിക്കെയാണ് തനിക്കാണ് യോഗ്യതയെന്ന് അവകാശപ്പെട്ടുകൊണ്ട് പട്ടികയിലെ 3ാം റാങ്കുകാരി കേരള അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണലിൽ പരാതി നൽകിയത്. വിധി പ്രതികൂലമായതോടെ രേഷ്മയ്ക്ക് ജോലി നഷ്ടപ്പെടുകയായിരുന്നു. തുടർന്ന് ഹൈക്കോടതിയിലും സുപ്രീം കോടതിയിലുമായി നിയമ പോരാട്ടത്തിലാണ് രേഷ്മ. നിലവിൽ PSCയുടെ ഹൈക്കോടതിയുടെ ആ ഒരു ജഡ്ജ്മെന്റ് സുപ്രീം കോടതി എടുക്കുകയും അവിടെ പരിഗണനയിൽ ഇരിക്കെയാണ് PSC പെട്ടെന്ന് തന്നെ എന്റെ അഡ്വൈസ് ക്യാൻസൽ ചെയ്തത്. കൂടാതെ ഈ 33 പേരിൽ ഈ 32 പേരും സെയിം റാങ്ക് ലിസ്റ്റ്, സെയിം 100 മാർക്കിലുള്ള എത്രയാണോ അത് ആ സെയിം എക്സാം കണ്ടക്ട് ചെയ്ത് ആ 32 പേരും 21-ാം തീയതി സർവീസിൽ ജോയിൻ ചെയ്തു. എന്റെ റാങ്ക് ലിസ്റ്റ് മാത്രം വേറൊരു രീതിയിൽ റാങ്ക് ലിസ്റ്റ് ഇട്ടു. ഞാൻ 2ാം റാങ്കുകാരി 3ാം റാങ്കുകാരിയായി. അപ്പൊ PSC ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എക്സാം കണ്ടക്ട് ചെയ്തതിൽ മാനുവലിന് വിപരീതമായി ഒരേ എക്സാം കണ്ടക്ട് ചെയ്തിട്ട് 2 റാങ്ക് ലിസ്റ്റ് 2 രീതിയിലിട്ടു. ഇതിനിടെ ജോലിയിൽ തുടരാൻ കാരണം കാണിക്കൽ നോട്ടീസ് നൽകിയ PSC മറുപടി തൃപ്തികരമല്ലെന്ന് കണ്ട് തള്ളി. വിഷയം കോടതിയുടെ പരിഗണനയിൽ എന്ന് പോലും കണക്കിലെടുക്കാതെ PSC റാങ്ക് ലിസ്റ്റ് പുനഃക്രമീകരിച്ചു. പരീക്ഷയുടെയും അഭിമുഖത്തിന്റെയും അടിസ്ഥാനത്തിൽ മാർക്ക് കണക്ക് കൂട്ടിയതിൽ PSCക്ക് വന്ന പിഴവാണ് തന്റെ ജോലി നഷ്ടപ്പെടാൻ കാരണമെന്ന് രേഷ്മ പറയുന്നു. സുപ്രീം കോടതി വിധി അനുകൂലമാകുമെന്ന പ്രതീക്ഷയിലാണ് ഫോറസ്ട്രിയിൽ ബിരുദാനന്തര ബിരുദമുള്ള ഈ കുട്ടനാട്ടുകാരി. ന്യൂസ് 18 ആലപ്പുഴ. 2020 ലോകകപ്പിന്റെ സെമിയിൽ ഇന്ത്യ ഇന്ന് ഇംഗ്ലണ്ടിനെ നേരിടും. രാത്രി 8 മണിക്ക് പ്രോവിഡൻസിലാണ് മത്സരം. മഴ ഭീഷണി നിലനിൽക്കുന്നതിനാൽ മത്സരം തടസ്സപ്പെടാൻ സാധ്യതയുണ്ട്. കളി തടസ്സപ്പെട്ടാൽ ഇന്ത്യ ഫൈനലിലേക്ക് മുന്നേറും. എൽദോ പോൾ പുതുശ്ശേരിയുടെ റിപ്പോർട്ട്. അഡ്ലേഡിൽ ജോസ് ബട്ട്ലറും അലക്സ് സെയിൽസും ചേർന്ന് ഇന്ത്യയെ കഴിഞ്ഞ ലോകകപ്പിന്റെ സെമി ഫൈനൽ തകർത്തതിന്റെ ഒരു ഓർമ്മ പുതുക്കലായിരിക്കും ഒരുപക്ഷെ ഇന്നത്തെ സെമി ഫൈനൽ. പക്ഷേ ഇന്നത്തെ സാഹചര്യം തീർത്തും വ്യത്യസ്തമാണ്. സൂപ്പർ 8-ൽ ആധികാരിക ജയവുമായിട്ടാണ് ഇന്ത്യ സെമി ഫൈനലിലേക്ക് എത്തിയത്. ഇനി മഴയുടെ ഒരു ഭീഷണി നിലനിൽക്കുന്നുണ്ട് ഈ സ്റ്റേഡിയത്തിൽ എന്നതാണ്. ഗയാനയിൽ അടുത്ത 2 ദിവസത്തേക്കും മഴ പെയ്യുമെന്നുള്ളതാണ് കാലാവസ്ഥാ പ്രവചനം. മഴ മാത്രമല്ല, ശക്തമായിട്ടുള്ള കാറ്റും ഇടിമിന്നലും സാധ്യതയുണ്ട് എന്ന് കാലാവസ്ഥാ പ്രവചനത്തിലുണ്ട്. അങ്ങനെയെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഈ സെമി ഫൈനലിന് ഒരു റിസർവ് ദിനമില്ല. റിസർവ് ദിനം ഇല്ലാത്ത പക്ഷം എങ്ങനെ ഫൈനലിസ്റ്റിനെ കണ്ടെത്തുമെന്നുള്ള ചോദ്യത്തിന് ഉത്തരം അത് വളരെ ലളിതമാണ്. സൂപ്പർ 8-ൽ 1ാം സ്ഥാനക്കാരായി ഗ്രൂപ്പ് ചാമ്പ്യന്മാരെ എത്തിയ ഇന്ത്യ സ്വാഭാവികമായും ഫൈനലിലേക്ക് മുന്നേറും എന്നുള്ളതാണ് അതിലെ വ്യവസ്ഥ. അപ്പോൾ ഇംഗ്ലണ്ടിന് അത്തരത്തിലൊരു സാഹചര്യം ഉണ്ടായാൽ ദയനീയമായിട്ട് പുറത്തു പോകേണ്ടി വരും എന്നുള്ളതാണ് കഷ്ടം. ഇനി ഇന്ത്യയും ഇംഗ്ലണ്ടും മത്സരം പൂർത്തിയാക്കാൻ കഴിഞ്ഞാൽ അതൊരു നല്ലൊരു പോരാട്ടമായി കാണണം. പ്രത്യേകിച്ചും 2 ഫാസ്റ്റ് ബോളിംഗ് നിര തന്നെ 2 ടീമിനുണ്ട്. അതായത് ജസ്പ്രീത് ബുംറയെ എങ്ങനെ നേരിടാൻ കഴിയുമെന്നുള്ള വലിയൊരു ആശങ്ക ഇംഗ്ലണ്ടിനുണ്ട്. എങ്കിൽ ഒപ്പം കുൽദീപ് യാദവിന്റെ മികവായിരിക്കും ശ്രദ്ധേയം. ഈ ഗയാനയിലെ പ്രോവിഡൻസ് സ്റ്റേഡിയത്തിലെ പിച്ചിനെ പറ്റി പറയുകയാണെങ്കിൽ അവിടെ ലോ ബൗൺസും ടേണും ഇത് രണ്ടിനുമുള്ള സാധ്യതയാണ് കണക്കാക്കുന്നത്. അങ്ങനെയെങ്കിൽ കുൽദീപിനും ഒപ്പം ജസ്പ്രീത് ബുംറയ്ക്കും ഒരേപോലെ മികവ് കാട്ടാനുള്ള സാധ്യത ഒരുങ്ങുന്നു എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം.
ഇനി ഇംഗ്ലണ്ടിന്റെ ബോളർമാരിലേക്ക് എത്തിയാൽ അവിടെ ആർച്ചറും ടോപ്ലിയും ചേർന്നുള്ള ഒരു മുന്നേറ്റമായിരിക്കും അല്ലെങ്കിൽ ഒരു ആക്രമണമായിരിക്കും അവർ നയിക്കുക. അത് ഇന്ത്യൻ ബാറ്റർമാർക്ക് രോഹിത് ശർമ്മ മികച്ച ഫോമിലാണ്. പക്ഷേ ഇന്ത്യയുടെ മറ്റേ സഹ ഓപ്പണറായിട്ടുള്ള വിരാട് കോഹ്ലിയുടെ മോശം ഫോമാണ് ഏറ്റവും വലിയ തലവേദന. വിരാട് കോഹ്ലി മോശം ഫോമിലാണ്. മറ്റൊന്ന് മധ്യനിരയിലേക്ക് എത്തുമ്പോൾ അവിടെ രവീന്ദ്ര ജഡേജയ്ക്കും ശിവം ദുബൈക്കും കാര്യമായി സ്കോർ ചെയ്യാൻ കഴിയാതെ പോകുന്നു എന്നുള്ളത്. ഈ 3 ബാറ്റർമാർ കോഹ്ലി, ശിവൻ ദുബൈ ഒപ്പം രവീന്ദ്ര ജഡേജ ഇവർക്ക് ഭേദപ്പെട്ട പ്രകടനം കാഴ്ചവെക്കാൻ സാധിച്ചാൽ ഇന്ത്യയുടെ പ്രതീക്ഷ ഉയരും. രവീന്ദ്ര ജഡേജ ഒരു സ്പിന്നർ എന്ന നിലയിലും കാര്യമായിട്ടുള്ള പ്രകടനം നടത്തിയിട്ടില്ല എന്നുള്ളതും എടുത്തു പറയണം. അങ്ങനെ ഒരുപാട് ആശങ്കകളൊക്കെ ഉണ്ട്. പക്ഷെ അപ്പോൾ പോലും ഇന്ത്യ കരുത്തോടുകൂടിയാണ് ഈ ടൂർണമെന്റിൽ ഇതുവരെ കളിച്ചത്. അത് പരമാവധി മികവ് ഇന്ത്യ പുലർത്തുകയും ചെയ്യുന്നുണ്ട്. അത് സെമി ഫൈനൽ വരെ എത്തുമെന്നുള്ള പ്രതീക്ഷയിലാണ് ഇന്ത്യൻ ആരാധകർ. പക്ഷെ അപ്പോഴും ആശങ്കയായി മൂടിക്കെട്ടി നിൽക്കുന്ന കാർമേഘങ്ങൾ തന്നെയാണ് ഗയാനയിൽ വലിയ തലവേദനയാകുക. നമുക്ക് കാത്തിരിക്കാം ഒരു ഇന്ത്യ ഇംഗ്ലണ്ട് സൂപ്പർ സെമി ഫൈനൽ പോരാട്ടത്തിനായി. സ്വർണം വെള്ളി നിരക്കുകൾ നോക്കാം. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് വെഡിംഗ് കളക്ഷൻസ് ഫ്രം കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. സ്വർണം 22 ക്യാരറ്റ് 6550, പവന് 52,400. സ്വർണം 18 ക്യാരറ്റ് 5475, 43,800. വെള്ളി ഗ്രാമിന് 93, കിലോയ്ക്ക് 93,000. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് വെഡിംഗ് കളക്ഷൻസ് ഫ്രം കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. പകൽ വാർത്ത പൂർണ്ണമാവുകയാണ്. നമസ്കാരം. വൈകിട്ട് സ്കൂളിൽ നിന്ന് വന്നതിന് ശേഷം ട്യൂഷൻ കഴിഞ്ഞ് മടങ്ങുന്നതിനിടയിൽ വീടിന് തൊട്ട്